عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. സൂറത്തു നബ ഈ ജുസിലെ അവസാനത്തെ സൂറത്ത് 78-ാമത്തെ അധ്യായമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മ യതസാഅലൂൻ. അമ്മ യതസാഅലൂൻ, അവരുടെ ചോദ്യം എന്ത് കാര്യത്തെ പറ്റിയാണ് അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ കുറേ ആയല്ലോ ചോദിക്കുന്നത്. എന്താണ് അവരുടെ ചോദ്യം തീരാത്തത്? എന്താണ് ഇവരുടെ ചോദ്യം അവസാനിക്കാത്തത്? എന്താ അവരിങ്ങനെ ചോദിക്കുന്നത് എന്നൊരു അർത്ഥമാണ് ഇതിന് വരുന്നത്. അവരുടെ ഒരു നിരന്തരമായ ചോദ്യം. എത്ര മറുപടി പറഞ്ഞാലും, നമ്മൾ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഒരു കുട്ടിയോട് ഒരു കാര്യം, നമ്മളൊരാളോട് ഒരു കാര്യം പറഞ്ഞിട്ട് അയാൾക്കത് മനസ്സിലാവുന്നില്ല. പിന്നെ നമ്മൾ പറയില്ലേ, ഇനി എന്താ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് എന്താ കാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാവാത്തത്? ഈ ഒരു ധ്വനിയാണ് ഈ ആയത്തിനുള്ളത്. കാരണം അതിൻ്റെ അടുത്ത ആയത്ത് അനിന്നബഇൽ അദീം. അദീം എന്ന് പറഞ്ഞാൽ ഭീമാകാരമായ, ഭയങ്കരമായ ദിവസം, ആ വലിയ കാര്യം. അതിനിപ്പോൾ നമുക്ക് മലയാളത്തിൽ അങ്ങനെ വലിയ ഭീമാകാരമായ അദീം എന്ന് പറഞ്ഞാൽ ആ ഗാംഭീര്യത്തോടുള്ളൊരു സമയത്തെ പറ്റിയുള്ള ആ വാർത്ത, ആ നബ, ഒരു വലിയ വാർത്ത മദീനയാകെ, മക്കയാകെ പരന്നു കടന്ന ഒരു വാർത്ത ഉണ്ടായിരുന്നു. എന്താണ് ആ വാർത്ത? ഈ ലോകത്തിന് ശേഷം ഒരു ലോകമുണ്ട്. ഇത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം, ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വിശ്വാസമാണ്. എന്നാൽ അറബുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വിവരമില്ലാത്തൊരു ലോകമാണ്. നമുക്കറിയാലോ, ഒട്ടകത്തിൻ്റെ മൂക്കുകയർ പിടിച്ച് കിടന്നിരുന്ന, അവർക്ക് യാതൊരു അർത്ഥത്തിലും അറിവില്ലാത്തൊരു ജനതയാണ്. അപ്പോൾ അവരോട് ഇതൊക്കെ പറയുന്ന, അവർക്ക് വെറും കള്ള് കുടിക്കുക, വേട്ടയാടുക, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ, അതിൽ ബിസിനസ്സുകാരായ വലിയ ആളുകളൊക്കെ വലിയ വ്യാപാര യാത്രകളൊക്കെ സിറിയയിലേക്കോ യമനിലേക്കോ ചെയ്യുക. അതിലപ്പുറത്തേക്ക് കുറേ നാടോടികളെ പോലെ ടെൻറ്റ് കെട്ടി ജീവിക്കുക. തണുപ്പുള്ള സ്ഥലത്ത്, ചൂടുള്ള സ്ഥലത്ത് നല്ല ചൂട് വരുമ്പോൾ അവിടെ നിന്ന് മാറി അങ്ങോട്ട് പോവുക. സ്ഥിരമായൊരു വാസസ്ഥലം പോലും ഇല്ലാതെ അങ്ങനെ നാടോടികളായി ചുറ്റുന്ന ഒരു അറബ് ലോകമാണ്. അപ്പോൾ ആ കാലഘട്ടമാണ്. പിന്നെ ഇവർ സ്ഥിരപ്പെടുന്നത് മക്കയുടെയും സംസത്തിൻ്റെയും, സംസം വെള്ളത്തിൻ്റെ ഉറവിടം കണ്ടെത്തുകയും മക്ക ഇവരുടെ ആധിപത്യത്തിലേക്ക് വരികയൊക്കെ ചെയ്യുന്ന സന്ദർഭത്തിലാണ്. എന്നിരുന്നാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പുതിയ കാര്യമായിട്ടാണ്. ഇവർ വെറും 360ഓളം വിഗ്രഹങ്ങൾ കഅബ ഷരീഫിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിക്കപ്പെടുകയും അതിൻ്റെ ചുറ്റുമൊക്കെ ഒരുപാട് വിഗ്രഹങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വല്ലാത്ത ഷിർക്കൻ ആചാരങ്ങളിൽ മുശ്രിക്കായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇരുണ്ട യുഗത്തിലാണ്. അവരോടാണ് ഈ ചോദ്യം, ഈ കാര്യങ്ങൾ, പരലോകം, അള്ളാഹു, ഹിസാബ്, വിചാരണ, ഉയർത്തെഴുന്നേൽപ്പ്. അങ്ങനെയോ? മനുഷ്യൻ എങ്ങനെ മണ്ണോട് ചേർന്നിട്ട് എല്ല് വരെ ദ്രവിച്ചു പോയിട്ട് പിന്നെ എങ്ങനെ ഉണ്ടാവുക? പണ്ടൊന്നും സ്വർഗ്ഗമില്ലായിരുന്നു, ഇപ്പോഴാണ് ഉണ്ടായത് സ്വർഗം. ആരും മരിച്ചിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലല്ലോ. ആരെങ്കിലും നമ്മുടെ പൂർവ്വപിതാക്കന്മാരാരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് എന്താ ഉറപ്പ്? ഇങ്ങനെയുള്ള ഈ ചോദ്യങ്ങൾ നിരന്തരമായി ഇന്നും മോഡേണിസ്റ്റുകളെന്നൊക്കെ പറയുന്ന ആളുകൾ, ചില ചിന്തകർ എന്നൊക്കെ പറയുന്ന ആളുകൾ വല്ലാതെ അങ്ങോട്ട് കാടുകയറി ചിന്തിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ആ ചോദ്യം ചോദിക്കുന്നവർക്കൊക്കെ ഉള്ള മറുപടി കൂടി തന്നെയാണ് ഈ സൂറത്ത്. അനിന്നബഇൽ അദീം, ആ വലിയ കാര്യത്തെ പറ്റിയാണ്. ഏത് കാര്യം? ഈ ലോകം അവസാനിച്ച് ഈ ലോകത്തിലെ മുഴുവൻ കാര്യങ്ങളും നീതി നടപ്പാക്കുന്ന ഒരു പരലോക ജീവിതമുണ്ട്. അവിടെ വിചാരണയുണ്ട്. അവിടെ സ്വർഗ നരകങ്ങളുടെ ഒരു വലിയ ലോകം തന്നെ കിടക്കുന്നുണ്ട്. ഇതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണോ? അവർ ചോദ്യം നിർത്താനായില്ലേ എന്നാണ് ഈ ഒരു ആയത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അവർ തമ്മിൽ എന്ന് പറഞ്ഞാൽ അതിൽ ജൂതന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മക്ക മുശ്രിക്കുകളുണ്ട്. ഇന്നത്തെ നമ്മുടെ നാട്ടിലുള്ള പലരും ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പലരും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ, ഇല്ല എന്ന് വിശ്വസിക്കുന്നവർ, ഉണ്ടെങ്കിൽ അപ്പം നോക്കാമെന്ന് പറയുന്നവർ, അങ്ങനെ പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പം നീതി നടപ്പാക്കപ്പെടുന്ന ഒരു ദിവസം, ദുനിയാവിൽ നീതി നടപ്പാവില്ല. നമുക്കറിയാലോ പല കാര്യത്തിലും. ഇവിടെ നീതി എന്നുള്ളത്, നമ്മൾ ഇവിടെ കോടതിയുണ്ട്, സംവിധാനങ്ങളുണ്ട്, അതല്ല പറയുന്നത്. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഭൂമിയിൽ കുറേ ആളുകൾ പട്ടിണിക്കാരും പ്രയാസപ്പെടുന്നവരുമായിട്ട് ഒരുപാട് ആളുകളുണ്ട്. അതല്ലാതെ പിന്നെ സമ്പത്തിൻ്റെ ഏറ്റവും വലിയ
ലക്ഷറി ലൈഫിൽ അത്രയും വലിയ സമ്പത്തിൻ്റെ കൊടാനുകൂടി ആസ്തിയുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നീതിയാവുക, ഇതെങ്ങനെയാണ് ശരിയാവുക, ഇതിനൊരു നീതി വേണ്ടേ എന്ന് ചോദിക്കുന്നവർക്ക് അതിനൊക്കെ പരലോകമുണ്ട്. നീതി നിഷേധിക്കപ്പെടുന്ന ആളുകൾ അരികുവൽക്കരിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട, എന്നും അടിച്ചമർത്താൻ മാത്രം വിധിക്കപ്പെട്ട, വെറും താഴേക്കടലിൽ ജീവിച്ച് ചവിട്ടി മതിക്കപ്പെട്ട ഒരുപാട് ജീവിതങ്ങളിലെ അടിമകൾ. ഇപ്പം നമ്മൾ ഗസ എടുത്ത് നോക്കുക, ഫലസ്തീൻ, ഇവിടെയൊക്കെ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഇവിടെയുള്ള ആളുകൾ എത്ര പേര് മരണപ്പെട്ടു, അവർക്കൊരു കൊച്ചു ജീവിതം പോലും ജീവിച്ച് തീർക്കാൻ, സന്തോഷത്തോടെ നന്നായിട്ടൊന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാതെ ഈ ഭൂമിയിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, കുഞ്ഞുനാളിലെ ആരും അറിയാതെ അരും കൊല ചെയ്യപ്പെട്ട വ്യക്തികൾ, അതുമല്ലാതെ അനീതി നിഷേധിക്കപ്പെട്ട് നിരപരാധികളായ ആളുകൾ, കൊല ചെയ്യപ്പെട്ടവർ, ഇവർക്കൊക്കെ നീതി വേണ്ടേ? അപ്പോൾ അതിനൊരു ദിവസം വേണം, അതാണ് പരലോകം. അപ്പോൾ അതിൽ ഇവർക്കൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇവർക്ക് പല രീതിയിലും അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അതുണ്ട് എന്നുള്ളവർ വിശ്വസിക്കുന്നവർ, ഇല്ലയെന്നും നിഷേധിച്ച് തള്ളിയവരും, അത് തെളിവില്ല എന്ന് പറയുന്നവർ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു വലിയ അഭിപ്രായ വ്യത്യാസമാണ്. ഇവർ തമ്മിൽ പരസ്പരം കൂടിയിരുന്നാൽ, 3-4 ആൾ കൂടിക്കഴിഞ്ഞാലും, മക്കയിൽ കൂടിയിരുന്നാലും ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ തമ്മിൽ പരസ്പരം പറഞ്ഞു തീർക്കാറുണ്ട്. എന്നാൽ അതിൽ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളുണ്ട്, ആലിമീങ്ങളായിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പം വറഖത്ത് ബിൻ നൗഫൽ അടക്കമുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ഈ ഷിർക്കിൻ്റെയും കോട്ടകൊത്തളങ്ങളിൽ അവർ ജീവിക്കുമ്പോഴും തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് മുമ്പേ അബൂബക്കർ റളിയല്ലാഹു അൻഹു വിഗ്രഹാരാധന നടത്തിയിരുന്നില്ല എന്ന് മാത്രമല്ല, മദ്യം കഴിച്ചിരുന്നില്ല. അപ്പോൾ അത്രയും പ്രതികൂലമായൊരു സാഹചര്യം ഉണ്ടായിരുന്നിട്ട് പോലും നീതിയും സത്യവും ധർമ്മവും ഒക്കെ ഉയർത്തിപ്പിടിച്ച് ജീവിച്ച ആളുകൾ മക്കയിലുണ്ടായിരുന്നു. ആ സ്വഹാബി വര്യന്മാരുണ്ടായിരുന്നു, ഉന്നതമായ സ്വഭാവ ഗുണങ്ങളോടുകൂടി. അപ്പം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യം എടുക്കുക, നീതിക്ക് വേണ്ടി എപ്പോഴും നീതിയായിരുന്നു. ഒരുപക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും അത് ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്ന സന്ദർഭത്തിലും ഉമർ റളിയല്ലാഹു അൻഹുവിന് അതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. കാരണം നമ്മുടെ ഖുറൈശിനെ, നമ്മുടെ നാട്ടിലെ ആളുകൾ എന്തിനാണ് ഇവർ ഇപ്പോൾ അടിമകളായ ആളുകളെ പീഡിപ്പിക്കുന്ന വിഷയത്തിൽ വരെ വളരെ നീതി നടപ്പാക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ കൂടിയിരിക്കുമ്പോൾ അവർ ചർച്ച ചെയ്യും. ഇപ്പം പണ്ഡിതന്മാരായിട്ടുള്ള അവിടെ ക്രിസ്ത്യാനികളുണ്ടല്ലോ, ജൂതന്മാരുണ്ട്, അവർക്കറിയാലോ പരലോക ജീവിതത്തെ പറ്റി. അവരിങ്ങനെ പറയും, സ്വർഗ്ഗനരകങ്ങളെ പറ്റിയൊക്കെ അവർ പറയും. അപ്പോൾ ആ പറയുന്ന കൂട്ടത്തിൽ ഇത് അറബുകളെ സംബന്ധിച്ചോളം ഇവർക്കിത് പുതിയൊരു വാർത്തയാണ്. അറബികൾ എന്ന് പറയുന്ന ഈ ഒരു റീജിയനിൽ, ഈ പറയുന്ന മക്കയും ഈ മദിയൻ പ്രദേശത്തും ഒക്കെ ഉള്ള അറബികൾ, അവർക്കിത് ഒരു പുതിയ വാർത്തയാണ്. പരലോകം അള്ളാഹു അവർക്ക് സുപരിചിതമാണ്. അള്ളാഹു അവരൊക്കെ മേലെയാണ്, സുപ്രീം ഗോഡാണ്, ഏറ്റവും പരമാധികാരമുള്ള ദൈവമാണ്. ബാക്കിയുള്ളൊക്കെ നാട്ടിലെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയുള്ള ആളുകളാണ്. ഈ അവിടെയുള്ള പിന്നെ അതുപോലെ തന്നെ ഹൂബൽ ദൈവമായാലും അവിടുത്തെ ലാത്തയും ഉസ്സയും മനാത്തയും ഒക്കെ നാട്ടിൽ മരിച്ചുപോയ പ്രമുഖരാണ്. ഇന്നും നമ്മുടെ നാട്ടിലൊക്കെ ദർഗകളൊക്കെ അല്ലേ, അതുപോലെ ആ മക്ക മുശ്രിക്കുകൾ അവർ പക്ക ഷിർക്ക് അവിടെ പോയി വിളക്കെത്തിക്കുകയും അവിടെ പൂജകളും വഴിപാടുകളും നടത്തി ഡയറക്റ്റ് ആ ലാത്തയോടും ഉസ്സയോടും മനാത്തയോടും, അവരൊക്കെ അവിടെ മക്കയിൽ ജീവിച്ച നല്ല മനുഷ്യന്മാരാണ്. മുൻകാലത്ത് കഴിഞ്ഞു പോയ നല്ല മനുഷ്യന്മാരോട് പ്രാർത്ഥിച്ചിരുന്നവരാണ് ആര്? ഈ ഖുറൈശികൾ. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് അള്ളാഹ്നറിയാം. ഒരു ഇൻസിഡൻറ്റ് വന്നാൽ, ഇപ്പം കാബ ആക്രമിക്കാൻ വരുമ്പോൾ അബ്ദുൽ മുത്തലിബ് ആരോടെ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവോടാണ്. മക്ക മുശ്രിക്കുകൾ അള്ളാഹുവോടെ പ്രാർത്ഥിക്കുന്നത്. അതെന്താണ് എന്ന് വെച്ചാൽ അവർക്കറിയാം അള്ളാഹുവോടാണ് പ്രാർത്ഥിക്കേണ്ടത്. മറ്റതൊക്കെ നമ്മളൊരു ഇട പരിപാടി. പക്ഷെ അതാണല്ലോ ഷിർക്ക്, അതിലേക്ക് പോകുന്നതാണല്ലോ. അത് ഇന്നും കാലത്തെ മുസ്ലിങ്ങൾ അത് ചെയ്യുന്നു എന്നുള്ള വേറെ വിഷയമാണ്. എന്നിരുന്നാലും മക്ക മുശ്രിക്കുകൾക്ക് ഇത് വലിയൊരു വാർത്തയാണ്. പരലോകം. അപ്പം പരലോകം ഉണ്ട് എന്നുള്ളതല്ല വിഷയം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതല്ല വിഷയം. അത് ആ ലാ ഇലാഹ ഇല്ലല്ലയോടുകൂടി അല്ലെങ്കിൽ പരലോകം ഉണ്ടാവുന്നതോടുകൂടി നമ്മുടെ ജീവിതം സമൂലം പരിവർത്തിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അവിടെയാണ് അഭിപ്രായ വ്യത്യാസം ഉള്ളത്. അപ്പോൾ അവരുടെ ഇഖ്തിലാഫ് അവിടെയാണ്. പരലോകം ഉണ്ടോ? ഉണ്ടായിക്കോട്ടെ, നല്ലതല്ലേ, സ്വർഗം കിട്ടാണ് കിട്ടിക്കോട്ടെ, അങ്ങനെയല്ല അവർ ചിന്തിക്കേണ്ടത്. അവരുടെ വിഷയം, ഞങ്ങൾക്ക് നാളെ പരലോകം ഉണ്ടെങ്കിൽ ഈ ദുനിയാവിലെ ഓരോ മൈന്യൂട്ടായ ഓരോ ചെറിയ വിഷയങ്ങൾ വരെ നാളെ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭൂമിയിൽ ജീവിക്കണമെന്ന വിഷയത്തിലാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ. കല്ലാ സയഅലമൂൻ. എന്നാൽ അതൊക്കെ കടന്നോട്ടെ അഭിപ്രായ വ്യത്യാസങ്ങൾ. അവരറിയും, അവർ വിവരം അറിയും, തന്നാലെ അറിഞ്ഞോളും, അങ്ങനെ പറയാം. സുമ്മ കല്ലാ സയഅലമൂൻ. അവരറിയന്നെ ചെയ്യും. വിവരം അറിയും എന്ന് പറയുന്നൊരു പ്രയോഗം ഉണ്ടല്ലോ നമ്മൾ മലയാളത്തിൽ. അതുപോലെ അത് ഉറപ്പിച്ച് പറയാ. അലം നജഅലിൽ അർള മിഹാദ. ഈ ഭൂമി
ഈ ഭൂമിയെ നമ്മൾ ഒരു മെത്ത പോലെ ആക്കിയില്ലേ. നിങ്ങൾക്ക് ഇവിടെ എല്ലാ മെത്ത എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ മിഹാദ എന്ന് പറഞ്ഞാൽ നമ്മൾ മെത്ത എന്തിനാ ഉപയോഗിക്കുക? ശ്രമമായിട്ട് ജീവിക്കാൻ, മനുഷ്യൻ്റെ സ്വസ്ഥവും സൗകര്യവുമായിട്ട് ജീവിക്കാനുള്ള വായുവും വെള്ളവും വെളിച്ചവും സൗകര്യങ്ങളുള്ള ഈ ഭൂമി മനുഷ്യൻ എന്ത് നല്ല മനോഹരമായൊരു സംവിധാനങ്ങളാണ് അള്ളാഹു ഈ ഭൂമിയിൽ എല്ലാം സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. വൽ ജിബാല ഔതാദ, പർവ്വതങ്ങളെ ഔത്താദായിട്ട്. ഇത് പലപ്പോഴും പറഞ്ഞു നിങ്ങൾ കാശ്മീരിൽ പോയവർ കാണുന്നില്ലേ, മലകൾ കാണുന്നില്ലേ? അവിടെ നിന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള മലകൾ, വലിയ വലിയ മലകൾ, ഇത് ഒരു മല എന്ന് പറഞ്ഞാൽ അതിൻ്റെ എത്രയോ ഇരട്ടി താഴോട്ട് അതിൻ്റെ ആണി അടിച്ച പോലെ ഉണ്ട് എന്നാണ്. നമ്മളിപ്പം ക്രഷറിലൊക്കെ കോറിയൊക്കെ എടുത്താൽ ഇത് താഴോട്ട് മണ്ണിലേക്ക് ആണി അടിച്ച പോലെ വെച്ചിരിക്കുകയാണ് മലകൾ. അതാണ് ഈ ഭൂമി ഒരു ടേബിളിൽ ഉലഞ്ഞു പോകാതിരിക്കാൻ ആണി അടിക്കുന്ന പോലെ, ഭൂമി ഉലഞ്ഞു പോകാതിരിക്കാൻ ആണി അടിച്ച പോലെ അത് സംവിധാനിച്ചിരിക്കുകയാണ്. വഖലഖനാകും അസ്വാജ, നിങ്ങളെ സൃഷ്ടിച്ചുള്ളത് ആണും പെണ്ണുമായിട്ടാണ്. അത് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളിലും ഈ ആണും പെണ്ണുമുള്ള സംവിധാനമുണ്ട്. മനുഷ്യരിൽ ആണും പെണ്ണും ആയിട്ട് സൗജായിട്ട് ഇണതുണകളായിട്ട് സൃഷ്ടിച്ചിട്ടില്ലേ? വജഅൽനാ നൗമകും സുബാത, നിങ്ങളുടെ ഉറക്കത്തെ വിശ്രമവേളയാക്കി. നമ്മൾ ആലോചിച്ച് നോക്കൂ, രാത്രി ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യൻ പണിയെടുക്കും, പകലും പണിയെടുക്കും. ഡേ മാത്രമാണെങ്കിൽ മനുഷ്യൻ, ഇപ്പോൾ ചില രാജ്യങ്ങൾ, ഫിൻലാൻഡൊക്കെ പോലെയുള്ള രാജ്യങ്ങളിൽ ആളുകൾ, മലയാളികളടക്കം അവിടെ പോയി താമസിക്കുന്നവരുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളില്ലേ, അവർ ഏകദേശം ടൈം കാൽക്കുലേറ്റ് ചെയ്ത് ഉറങ്ങുകയാണ്. കർട്ടനൊക്കെ ഇട്ട് റൂമിന് കർട്ടനൊക്കെ ഇട്ട് അവർ പകൽ സമയം ഉറങ്ങുക. ആ 24 hours നമ്മൾ 24 മണിക്കൂറിൽ ഒരു 6-7 മണിക്കൂർ നമ്മൾ വിശ്രമിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരം പിന്നെ എടുക്കാണ്ടാവില്ല. നമ്മുടെ ബുദ്ധിക്ക് വിശ്രമം ആവശ്യമാണ്, ശരീരത്തിന് വിശ്രമം ആവശ്യമാണ്. ഇതില്ലേലും നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ആ സുബാത്ത, അതിനെ ഒരു വിശ്രമ വേളയാക്കി നമ്മുടെ ഉറക്കം. നമ്മുടെ ശരീരത്തിന് മൊത്തം റെസ്റ്റ് വേണം, മനസ്സിന് റെസ്റ്റ് വേണം, ബുദ്ധിക്ക് റെസ്റ്റ് വേണം, ശരീരത്തിൽ ഓരോ അവയവങ്ങൾക്കും റെസ്റ്റ് വേണം. ചത്ത ഒരു ഡെഡ് ബോഡി എങ്ങനെ ഉണ്ടാവും? ഡെഡ് ബോഡിയെ പോലെ ശ്വാസം മാത്രമായിട്ട് നമ്മളിങ്ങനെ ഉറക്കുന്ന വിശ്രമം, അതിനെപ്പറ്റി നമ്മൾ പഠിക്കണം, ഉറക്കത്തെ പറ്റി പഠിക്കണം. ഒരു മരണസമാനം. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഹയ്യ, അള്ളാഹുവെ ഞങ്ങളിതാ മരിക്കാനും അതുപോലെ പിന്നെ ജീവിക്കാനും പോവാണ് നിൻ്റെ പേരിൽ എന്നാ ഉറങ്ങാൻ പോണ ആൾ. നമ്മൾ ദിവസവും മരിക്കുന്നവരാണ് നമ്മൾ. അന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ, ഉറക്കത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ദിവസവും നമ്മൾ മരിക്കുന്നവരാ, ദിവസവും മരിക്കുക നമ്മൾ. എന്നിട്ടാണ് നമ്മൾ മരിക്കൂല എന്നുള്ള പോലെ നമ്മൾ ജീവിക്കുക. ഒരാൾ ജീവിക്കുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ, ഒരുത്തൻ ജീവിക്കുകയാണെങ്കിൽ ഈ ദുനിയാവിൽ അവൻ്റെ പ്ലാനിങ് എന്താണ്? നമ്മുടെയൊക്കെ കാര്യം പറയാം, വേറെ പുറത്തൊന്നും പോകണ്ട. നമ്മുടെ പ്ലാനിങ് ഇപ്പോൾ എത്രയാണ്? നിങ്ങൾക്ക് ഒരു കൊല്ലത്തിന് ശേഷമുള്ള പ്ലാനിങ് ഇല്ലേ? ഇക്കൊല്ലം തീർക്കണം ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്ലാൻ എന്താണ്? ഈ ഒരു വർഷം ഇൻഷാ അല്ലാഹ് 2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഖുർആൻ മുഴുവൻ, ഇപ്പോൾ അമ്മ ജുസ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു. ഇൻഷാ അല്ലാഹ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് തീർക്കുമോ? അള്ളാഹു ആലം. ആര് തീർക്കും? ഞാൻ തീർക്കും, അള്ളാഹു ആലം. ഒരു ഗ്യാരണ്ടിയും പറയാം, ഒരു കാര്യത്തിനും ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഓരോ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കണം. ഒന്ന് നാളെ രാവിലെ സൂര്യനെ കാണുമോ എന്നുള്ളത്, നാളെ രാവിലെ സൂര്യപ്രകാശം നമ്മൾ കണ്ണുകൊണ്ട് കാണുമോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റാത്ത അത്രക്കും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള, വളരെ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ലോകത്തും ജീവിതത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമുക്ക് ഒരുപാട് പ്ലാൻ ഉണ്ടാവും. 10 കൊല്ലത്തെ പ്ലാൻ, 20 കൊല്ലത്തെ പ്ലാൻ, അങ്ങനെ വലിയ വലിയ പ്ലാനിങ്ങുമായിട്ട് നമ്മൾ ജീവിക്കുകയാണ്. പക്ഷേ എല്ലാ പ്ലാനിങ്ങും അവസാനിപ്പിച്ചുകൊണ്ട് ഒരു ദിവസം നമ്മൾ മരണപ്പെട്ടു പോകുന്നുള്ളത് ഓർക്കില്ല. മരിച്ച ആളെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഒരാളെ മയ്യത്തായി കിടക്കുന്ന ആൾ എന്തൊക്കെ ആയിരുന്നു അല്ലേ? ഒരു മയ്യത്തിനെ നോക്കി നമുക്കിങ്ങനെ പറയാൻ പറ്റും എന്തൊക്കെ ആയിരുന്നു. ഇന്നലെ വരെ പറഞ്ഞാണ് 10 കൊല്ലത്തേക്കുള്ള ഒരു പരിപാടി പ്ലാൻ ചെയ്ത് ഇന്നലെ ആൾ ഡിസ്കസ് ചെയ്ത ആളാ കിടക്കണത്, മരിച്ചു കിടക്കുകയാണ്. ആലോചിച്ച് നോക്കൂ. പക്ഷേ ഈ മരണ സമാനമായ ഉറക്കം, അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. വജഅൽനൽ ലൈല ലിബാസ, ലിബാസ് ഒരു വസ്ത്ര സമാനമായി. വസ്ത്രം എന്തിനാണ്? നഗ്നത മറക്കാൻ. മറ്റുള്ളവർ നമുക്ക് ഒരു സംഗതിയെ മറയാക്കിയിട്ട് നമുക്ക് ഉറങ്ങാൻ, പകല് മാറി രാത്രിയെ സംവിധാനിച്ചു തന്നത് അള്ളാഹു നമുക്ക് ഉറങ്ങാനാണ്. അതിനുള്ള സംവിധാനങ്ങൾ ഈ ഭൂമിയിൽ അള്ളാഹ് ചെയ്തു വെച്ചതിനാണ്. അപ്പോൾ വിശ്രമ വേളയാക്കി മാറ്റി എന്നുള്ളതാണ്. വജഅൽനൽ രാത്രിയെ നമുക്ക് വിശ്രമിക്കാനും ഒക്കെയുള്ള ഒരു സംവിധാനം. ഇങ്ങനെ ഈ ഇരുട്ടുള്ളതുകൊണ്ടാണല്ലോ ഉറങ്ങാൻ പറ്റുന്നത്. ഇരുട്ടില്ലായിരുന്നെങ്കിൽ, പൊരിഞ്ഞ ചൂടാണെങ്കിൽ എന്തൊരവസ്ഥയായിരിക്കും ഉറങ്ങാൻ? രാവും പകലും ഭൂമി ചുട്ടുപൊള്ളും അല്ലേ, മുഴുവൻ സമയം. അപ്പോൾ ഭൂമി ഇപ്പം വൈകുന്നേരങ്ങളിലെയും രാവിലെയും കിട്ടേണ്ട പോലെയുള്ള ചൂട് കിട്ടുമ്പോൾ ആ ചെടികൾ വളരുന്നത്.
ഉച്ചക്കുള്ള ചൂട് അത് വേണം താനും. ഭൂമിയിലുള്ള സംവിധാനങ്ങളൊക്കെ നടക്കുക. ഇതിനൊക്കെ ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തുമ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് അറിയാതെത്തും. പരലോകം ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ഭൂമി കാണിച്ചു കൊടുത്താൽ മതി. ഭൂമിയിലെ സംവിധാനങ്ങൾ, ആകാശലോകങ്ങൾ, ഈ പ്രപഞ്ച സംവിധാനങ്ങളൊക്കെ പഠിച്ചാൽ അള്ളാഹുവെ മനസ്സിലാക്കാം. പകല് നമുക്ക് ജോലി ചെയ്യാനുള്ള രീതിയിൽ ഇതിൻ്റെ സെറ്റപ്പ് ചെയ്തു വെച്ചിരിക്കണം അള്ളാഹു. വെളിച്ചം, ഡേ ടൈം ലൈറ്റ്, നൈറ്റ്, ഡേ ആൻഡ് നൈറ്റ്. അത് അള്ളാഹു ഉണ്ടാക്കി വെച്ചത് ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ കൂടിയാണ്. വബനൈനാ ഫൗഖകും സബ്അൻ ശിദാദ. ഇവിടെ സബ്അൻ ശിദാദ, 7 സംവിധാനങ്ങൾ, 7 ആകാശങ്ങൾ. നമ്മൾ അതിനെപ്പറ്റി അതും ശാസ്ത്രീയമായിട്ട് പഠിക്കും. സ്ട്രാറ്റോസ്ഫിയർ, സ്ട്രോമോസ്ഫിയർ, ഇങ്ങനെ സ്ഫിയറുകളായി, തട്ടുതട്ടുകളായി. ഇപ്പോൾ വിമാനം ആകാശത്തൂടെ പറക്കുന്ന ഒരു ഏരിയ കൂടെ അതിൻ്റെ മേലോട്ട് പോകാൻ പറ്റില്ല. റോക്കറ്റ് അതിൻ്റെയും മേലോട്ട് പോകുന്നു, അതിൻ്റെയും സംവിധാനങ്ങൾ. ഹെലികോപ്റ്ററിന് ഒരു പരിധിയുണ്ട്, ആ പരിധിക്കപ്പുറത്തേക്ക് ഹെലികോപ്റ്ററും പാടില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സംവിധാനങ്ങൾ, അതിനെപ്പറ്റി ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ പറയുന്നത് ഇതിൻ്റെ സംവിധാനങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചതാണ്. അള്ളാഹു അത് കണ്ടിട്ടാണ്. പക്ഷികൾ ഒരു ലിമിറ്റിൻ്റെ മേലോട്ട് പാറുന്നില്ലല്ലോ. അതിന് ആ ലിമിറ്റിൻ്റെ മേലോട്ട് പറക്കാനുള്ള ശേഷിയുമില്ല, അതുവരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒരു ലിമിറ്റ് കഴിഞ്ഞ് നമ്മുടെ മേലോട്ട് പോയാൽ പിന്നെ ഓക്സിജൻ ഇല്ലല്ലോ. ഓക്സിജൻ ഒരു ലിമിറ്റ് വരെ ഉള്ളല്ലോ. അവിടെ നിന്ന് അങ്ങോട്ട് ഓക്സിജൻ ഇല്ലാത്ത ലോകമല്ല. നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതൊക്കെ സംവിധാനങ്ങൾ അള്ളാഹു സൃഷ്ടിച്ച് വെച്ചിട്ടുള്ളത്, അതൊക്കെ നമ്മൾ പഠിച്ചാൽ അറിയാം പിന്നെ പരലോകം വേണ്ടതുണ്ടോ, വരുമോ ഇല്ലേ എന്നുള്ളത്. വലിയ പണ്ഡിതന്മാരായിട്ടുള്ള ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള, അതായത് ശാസ്ത്ര പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ലോകം അധികം പോകാൻ പോകുന്നില്ല, ഇത് നാശത്തിലാ പോണെന്ന്. ഒറ്റക്കുള്ള ഒരു ശാസ്ത്രജ്ഞൻ്റെ അഭിപ്രായമല്ല, ഏകോപിച്ച് ഒരുവിധം എല്ലാ ശാസ്ത്രജ്ഞരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഭൂമി നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് അവസാനത്തിലേക്കാണ് പോകുന്നത്. അല്ലാതെ ഇത് അനുദിനം വികസിച്ച് വളർന്ന് പിന്നെ ഇനി അങ്ങോട്ട് ലോകാവസാനമില്ലാത്ത ഒരു സംവിധാനത്തിലേക്കല്ല പോണത്. ഇതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഇവിടെ ഉള്ളത് പരിമിതമായ ഓക്സിജനാണ്, പരിമിതമായ വെള്ളവും ജല സംവിധാനങ്ങളുമാണ്. ഇതൊക്കെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് കൂടിക്കൊണ്ടിരിക്കുകയല്ല. അതോടൊപ്പം നിലവിലുള്ള ആവാസ വ്യവസ്ഥ നാശത്തിലേക്കാണ് പോകുന്നത് എന്ന് ശാസ്ത്രീയമായ പഠന ഗവേഷണങ്ങളിൽ നിന്ന് വ്യക്തവുമാണ്. വജഅൽനാ സിറാജൻ വഹാജ, കത്തിജ്വലിക്കുന്ന സൂര്യൻ. അപ്പോൾ ഈ സൂര്യനാണ് ഇതിൻ്റെ മുഴുവൻ ഊർജങ്ങളുടെയും സ്രോതസ്സ്. ഞങ്ങളോട് സംസാരിക്കേണ്ട എൻ്റെ ശബ്ദത്തിൻ്റെ പിന്നിലും സൂര്യനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാനിപ്പോൾ എന്തുകൊണ്ട് സംസാരിക്കണം? നിങ്ങളെന്തോട്ട് എണീറ്റിരിക്കുകയോ കിടക്കുകയോ എവിടെ ഇരുന്ന് പലരും പല രീതിയിലാണ് അത് കേൾക്കുന്നത്. കാറിലാവട്ടെ, എവിടെ വെച്ചിട്ടാണ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളെ ശരീരം ഇളകുന്നത്, ഒരു വിരലനങ്ങുന്നുണ്ടെങ്കിൽ സൂര്യനാണ് അതിൻ്റെ ഊർജത്തിൻ്റെ സ്രോതസ്. സൂര്യൻ്റെ വെളിച്ചം കടലിലേക്ക് പതിക്കുന്നു, അത് മഴമേഘങ്ങളായിട്ട് മഴധാരധാരയായിട്ട് വർഷിച്ച് അതിൽ നിന്ന് വെള്ളമുണ്ടാകുന്നു, വെള്ളത്തിൽ നിന്ന് ചെടികൾ വളരുന്നു, ചെടികളുടെ ഭക്ഷണം, അതിൻ്റെ ഊർജം നമ്മൾ സ്വീകരിക്കുന്നു, നമ്മുടെ ശരീരത്തിലേക്ക് ആ ഊർജത്തെ നമ്മൾ എത്തിക്കുന്നു, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. ഇതൊക്കെ സൂര്യനിൽ നിന്നുള്ള പ്രഭാവമാണ്. വെള്ളം കൊണ്ടുവരുന്ന ഡ്യൂട്ടിയും വെള്ളം വെളിച്ചമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനം. സൂര്യപ്രകാശവും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ സൂര്യപ്രകാശമാവട്ടെ, വെള്ളമാവട്ടെ, വെളിച്ചമാവട്ടെ, ഇതൊക്കെ കത്തിജ്വലിക്കുന്ന ഒരു സൂര്യൻ. ആ സൂര്യൻ കാരണമല്ലോ ഈ രാത്രിയും പകലൊക്കെ ഉണ്ടാവുന്നത്. ആ രാത്രിയും പകലും ആക്കി ഈ ഭൂമി സ്വയം തിരിയുകയും സൂര്യന് ചുറ്റും സഞ്ചരിക്കുകയും ചെയ്യുന്ന ഈ 24 മണിക്കൂറും ഈ സംവിധാനങ്ങളും, ഇതൊക്കെ അള്ളാഹു ഉണ്ടാക്കി വെച്ചത് ഭൂമിയിൽ ചെടികൾ വളരാൻ, സസ്യങ്ങൾ ഉണ്ടാവാൻ, ഇതിനെല്ലാവിധ ആവാസ വ്യവസ്ഥ ഇവിടെ ഉണ്ടല്ലോ. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് പരലോകം ഉണ്ടോ അല്ലേ നിങ്ങൾക്ക് സംശയമുണ്ടോ എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. തീർന്നില്ല. അൻസൽനാ മിനൽ മുഅ്സിറാതി മാഅൻ സജ്ജാജ. ഇപ്പോൾ പറഞ്ഞ കാര്യം ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത. ഇപ്പോൾ പറഞ്ഞ കാര്യം പറഞ്ഞാൽ വെള്ളം വർഷിക്കുന്നത്. അപ്പോൾ ആ സൂര്യനിൽ നിന്ന് നമ്മൾ ആലോചിച്ചു, ശാസ്ത്രമാണ് പറയുന്നത്. സൂര്യനെ വെച്ചിട്ട് മഴ പെയ്ക്കുന്ന സൂര്യനാന്ന് പറഞ്ഞ 6-ാം നൂറ്റാണ്ടിലെ അറബ് ലോകത്തെ ജനങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷെ നിങ്ങളും ഞാനൊക്കെ സയൻസ് പഠിച്ചതാണ്. ശാസ്ത്രീയമായ പഠനം നടത്തിയ ഞാനും നിങ്ങൾക്കും പ്രത്യേകം നമ്മൾ പറയേണ്ട കാര്യമില്ല. മഴ എങ്ങനെ, ഈ സൈക്ലിംഗ് പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് നമ്മൾ ആരോടും പറയേണ്ട കാര്യമില്ല. ആകാശലോകത്തേക്ക് മഴമേഘങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? കടലിൽ നിന്ന് ഉപ്പുജലം ബാഷ്പീകരിച്ച് മഴമേഘങ്ങളായി വന്ന് ധാരധാരയായിട്ട് മഴ വർഷിച്ച് ചെടികൾ ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത. ഹബ്ബൻ ചെടികളും
ധാന്യവും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാകാൻ ഈ മഹത് സംവിധാനങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? തട്ടുകളായി ഭൂമിയെ സൃഷ്ടിച്ച് ആ ഭൂമിക്ക് സംവിധാനങ്ങൾ ഉണ്ടാക്കി, ഇതിന് ആവാസ വ്യവസ്ഥയും സംവിധാനങ്ങളും മഴയും വെള്ളവും വെളിച്ചവും എല്ലാം ഉണ്ടാക്കി, അതിനെ ഭൂമിക്ക് വെള്ളവും വെളിച്ചമൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ മഹാസംവിധാനം എന്തിന്? വജന്നാത്തിൻ അൽഫാഫ, ഇടതൂർന്ന തോട്ടങ്ങൾ, അങ്ങനെയുള്ള തോട്ടങ്ങൾ, ഭക്ഷ്യവിഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കിയില്ലേ? ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത്ത് എന്നിട്ട് പറയാം ഗൗരവത്തിൽ. അതുകൊണ്ട് ഈ ഫസ്ല്, ഈ ഒരു വിധി തീർപ്പിൻ്റെ ദിവസം കാന മീഖാത്ത, അത് നടക്കുക ചെയ്യും. അത് ഒരു വക്ത് വെച്ചിട്ടുണ്ട്, ആ ടൈം വെച്ച്, ആ ടൈം അല്ലാഹു ആലം. അത് ലോകത്തൊരു പ്രവാചകനും ലോകത്ത് ആർക്കും ആ ന്യൂസ് കൊടുത്തിട്ടില്ല അല്ലാഹ്. ഏതുപോലെ? നമ്മുടെ മരണസമയം പോലെ. അത് കൊടുക്കാതിരിക്കാൻ നല്ലതും അല്ലേ? അതല്ല അതിൻ്റെ ശരി. നമ്മൾ മരണസമയം എങ്ങാനും അറിഞ്ഞിരുന്നെങ്കിലോ, കഴിഞ്ഞ ദിവസം UAE പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഫ്ലൈറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അടുത്തുള്ള സുഹൃത്ത് എന്നോട് പറഞ്ഞു, എനിക്ക് വലിയ പേടിയാണ് ഇപ്പം. നാട്ടിൽ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയാം, എനിക്ക് വലിയ പേടിയായി. ഇപ്പോൾ പണ്ടൊക്കെ എന്നും യാത്ര ചെയ്യുന്ന ആളാണ്, ഞാൻ സ്ഥിരമായിട്ട് യാത്ര പോകുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഫ്ലൈറ്റ് കയറുമ്പോൾ പേടിയാണ്. എന്താ കാര്യം? ആ ഹൈദരാബാദിൽ പോയിട്ട് ആ ഫ്ലൈറ്റ് പോയിട്ട് തകർന്നു വീണ സംഭവം ഉപരി പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കണം എന്തിനാ? അള്ളാഹ് ഒരു ദിവസം നമുക്ക് മരണം തീരുമാനിച്ചിട്ടെങ്കിൽ അതൊരു ദിവസം ഇങ്ങോട്ട് മാറ്റാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. അങ്ങോട്ടാക്കാൻ കഴിയുമോ? ഇല്ല. പിന്നെ നമ്മൾ എന്തിനു പേടിക്കുകയാണ്? അള്ളാഹു നമുക്ക് മരണം വിധിച്ച ദിവസം നടക്കും. അതിലപ്പുറത്തേക്ക് നമുക്ക് ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഈ ഫ്ലൈറ്റിലിരിക്കുന്നപ്പോൾ 200 ആൾ ഈ ഫ്ലൈറ്റിലുണ്ടെന്ന് വിചാരിക്കുക. എല്ലാവരുടെയും മേലെ എഴുതി വെച്ചിട്ടുണ്ട് ദിവസം. നിങ്ങളെ മേലെ ഇപ്പോൾ ഇനി 10,000 ദിവസമാണെങ്കിൽ എൻ്റെ ചിലപ്പോൾ 5,000, ചിലപ്പോൾ 2 ആയിരിക്കും. മറ്റന്നാൾ മരിക്കേണ്ട മനുഷ്യനായിരിക്കും ഞാൻ ഇരിക്കണം നിങ്ങളെ മുമ്പിൽ. ആലോചിച്ച് നോക്ക്, ഇത്രയുള്ള ജീവിതം. അതുകൊണ്ട് വഖത്ത്, മരണം, ഓരോ മനുഷ്യനും വഖത്ത് നിശ്ചയിച്ചിട്ടുള്ളത് പോലെ തന്നെ പരലോകം എന്ന ഈ ലോകാവസാനം എന്ന ആ ദിവസത്തിനും കഴിഞ്ഞ ഇൻഷിഖാഖിലും ഇൻഫിത്താറിലും ഒക്കെ നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഈ ലോകാവസാനം തന്നെയാണ് കൈകാര്യം ചെയ്തത്. കാരണം ഇത് തന്നെയാണ് അവിടുത്തെ മക്കയിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ലോകം അവസാനിക്കുന്നും അതിനുശേഷം ഒരു ലോകം ഉണ്ടെന്നും ആ ലോകത്തേക്ക് വേണ്ടി ഈ ജീവിതം നമ്മൾ ശരിപ്പെടുത്തണം എന്നുള്ള വിഷയം അത് മക്കയിൽ നിരന്തര ചർച്ചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരസ്യ പ്രബോധനത്തിൻ്റെ സന്ദർഭത്തിൽ ഇതൊക്കെ നടക്കുന്നത്. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത, ഇത് പ്രപഞ്ച സംവിധാനങ്ങളുടെ ആവാസ വ്യവസ്ഥയെ, ഈ ഭൂമിയിലെ സംവിധാനങ്ങളെ പറ്റി പറഞ്ഞിട്ട് പറയാ, ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത, പരലോക ജീവിതം നടക്കുക ചെയ്യും, വിധി ദിനം ഉണ്ടാകും. അന്ന് സൂർ നമ്മൾ പറയില്ലേ, സൂർ എന്ന കാഹളത്തിലൂതും. അപ്പോൾ സൂർ എന്നത് ഒരു പ്രതീകാത്മകമാണ്. ചിലതൊക്കെ പറയുന്നത് അങ്ങനെ ഒരു വലിയൊരു പി ആയിട്ടൊരു മലക്ക് ആകാശത്ത് നിന്ന് പി എന്ന് പറഞ്ഞ് വിളിക്കുന്നൊന്നുമല്ല. അങ്ങനെ ഒരു പ്രതീകാത്മകമായിട്ടൊരു ഒരു ശബ്ദം ഉണ്ടാവാം, ശബ്ദമാവാം, അല്ലെങ്കിൽ ആ ഒരു സംവിധാനം അവിടെ നിൽക്കുന്ന. അപ്പോൾ പണ്ട് പലരും പറയാറുണ്ട്, ഒരു മലക്ക് ഇങ്ങനെ സൂറെന്ന കാഹളത്തിൽ ഊതാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആവാം, കാരണം നമ്മളെപ്പോലെ അല്ലല്ലോ. അവർക്ക് തീറ്റയും കുടിയോ ഉറക്കവും ഭക്ഷണവും ക്ഷീണവും ഒന്നും ഇല്ലല്ലോ. അവർക്ക് അവരെ പണി ഏൽപ്പിച്ച് ആ പണി ചെയ്യാനായിട്ട് ഒരാളെ നിർത്തിയിട്ടുണ്ടാവും. സൂര്യന് ചലിക്കുന്നില്ലേ, ഈ ചന്ദ്രൻ സംവിധാനങ്ങളൊക്കെ, അതിൻ്റെയൊക്കെ പിന്നിൽ മലായിക്കത്തും കൂടെ ഉണ്ട്, കാറ്റിൻ്റെ മലക്ക്. അപ്പോൾ അതിനൊക്കെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് അള്ളാഹിൻ്റെ ഇൽമിൽപ്പെട്ട വിഷയമാണ്, നമുക്കറിയില്ല. മുത്തശാബിഹാത്തിൽപ്പെട്ട വിഷയമാണ്. അള്ളാഹു അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതെന്തൊക്കെയാണ് സംവിധാനങ്ങൾ, അള്ളാഹ് അതിൻ്റെ പ്രാപഞ്ചിക സംവിധാനങ്ങളൊക്കെ അള്ളാഹ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള മഴ പെയ്യിക്കുന്നതാരാ? അള്ളാഹു. സൂര്യനെ വിട്ടതാരാ? അള്ളാഹു. ചന്ദ്രനെ വിട്ടതാരാ? അള്ളാഹു. ഭൂമിയിലെ സംവിധാനങ്ങൾ സകലതും പരിപാലിക്കുന്നതാരാ? അള്ളാഹു. ഹു അള്ളാഹ്. അപ്പോൾ അള്ളാഹ്ക്ക് എല്ലാം അറിയാം, അള്ളാഹ് എല്ലാത്തിനും കഴിവുള്ളവനാണ്, അള്ളാഹ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അന്നത്തെ ദിവസം, അന്ന് സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടുന്ന സന്ദർഭം, ഇത് അന്ത്യദിവസത്തിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. ഫതഅ്തൂന അഫ്വാജ, നിങ്ങൾ കൂട്ടമായി, ജനങ്ങൾ ഒന്നിച്ച് കൂട്ടമായി. ഈ ഉറക്കത്തുനിന്ന് എണീറ്റിട്ടുള്ള ചോദ്യമാണ്, എത്ര ദിവസമായി? നൂറ്റാണ്ടുകളോളം നമ്മൾ പള്ളിക്കാട്ടിൽ പോയാൽ അറിയില്ലേ, 500 കൊല്ലം മുമ്പൊക്കെ മരിച്ച വലിയ പഴയ മഹല്ലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ 500 കൊല്ലം മുമ്പത്തെ ഖബറൊക്കെ കാണാം. ഈ 500 കൊല്ലം മുമ്പത്തെ ഖബറിൽ എണീറ്റ ആളും കഴിഞ്ഞ ആഴ്ച മരിച്ച ആളും എണീറ്റിട്ട് ഒരേ ചോദ്യമാണ് ചോദിക്കുന്നത്. എന്താ ചോദ്യം? നമ്മൾ കുറച്ച് നേരം ആയോ ഉറങ്ങിയിട്ട്? നമ്മൾ പണ്ട് നാട്ടിൽ ഭൂമിയിൽ മരിച്ച് ഒരു ദിവസം ഞാൻ എന്തോ ആയാലും മരിച്ചു, പിന്നെ ഞാനിപ്പോൾ എണീക്കാണല്ലോ. ഇപ്പോൾ നല്ല എണീക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സെഷനെ പറ്റി ഖുർആനിൽ ആധികാരികമായിട്ടില്ല കേട്ടോ. അതുകൂടി സാന്ദർഭികമായിട്ട് പറയാണ്. ഖബർ ജീവിതം ഇല്ല എന്ന വാദം ഞാൻ പറയല്ല. ഖബറിൽ ബർസഖി ജീവിതമുണ്ട്. ഖബറിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് കലാപരിപാടിയൊന്നുമില്ല.
എല്ലാവരും പിന്നെ പേടിപ്പിക്കുന്നത് കാണാം. ഖബറിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള, ഖബറിലല്ല ശിക്ഷയുള്ളത്, അത് പരലോകത്താണ്. ഖുർആനിൽ ആധികാരികമായിട്ട് ഖുർആനിൽ നമുക്ക് ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം, ഖുർആനിൽ ഒരിക്കലും ആധികാരികമായിട്ട് നമുക്ക് ഖബറിൻ്റെ ഉള്ളിൽ ഒരു വലിയ അടിയും ഇടിയും ശിക്ഷയൊക്കെ ഉണ്ട് എന്ന ഒരു ധാരണ അത് പൊതുവെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ, കേരളീയ മുസ്ലിം സമൂഹത്തിലുണ്ട്. പുറത്തുള്ളവർക്ക് ആ ഒരു പിന്നെ ധാരണ ഇല്ല. ചില ഓറിയൻറ്റേഷൻ, പണ്ടൊക്കെ ഈ വയലുകളിൽ ഒരുപാട് പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടി പലതും പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞൊരു സംഗതിയായിട്ട് അതിനെ കാണേണ്ടത്. അപ്പം ഈ സൂറിൽ ഊതപ്പെടുന്ന ആളുകൾ ഈ എണീറ്റ് വന്ന പോലെ ആദ്യത്തെ ചോദ്യം എന്താണെന്നറിയും? ഈ ഞാൻ നിങ്ങളൊക്കെ ഇൻഷാ അതൊക്കെ നമുക്ക് സംഭവിക്കാനുള്ള കാര്യങ്ങളാണല്ലോ. നമ്മൾ ജനിച്ചിട്ട് നമ്മൾ പുനർജന്മ സമയത്ത്, അതായത് മണ്ണോട് ചേർന്ന് നമ്മൾ അവസാനം ഈ സൂറിൽ ഊതുന്ന സന്ദർഭത്തിൽ, പിന്നീട് അതായത് ആദ്യത്തെ കാഹളത്തിൽ ഊതുന്ന സന്ദർഭം ലോകം എല്ലാം തരിപ്പണമായി കഴിഞ്ഞ് ഇൻഷിഖാക്കിൽ നമ്മൾ പറഞ്ഞല്ലോ, ലോകം മുഴുവൻ തരിപ്പണമായി എല്ലാം അവസാനിച്ച ശേഷം പിന്നെ നമ്മൾ ഈ ജന്മം, പിന്നെ നമുക്ക് രണ്ടാമത് ലോകത്ത് അതിൽ പിന്നെ മരണമില്ല നമുക്ക്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ നമുക്ക് മരണമില്ല. ശരീരത്തിൽ നിന്ന് പിന്നെ റൂഹ് പോകുന്ന വിഷയമല്ല. നരകത്തിൽ കിടക്കണം, നരകത്തിൽ അവൻ്റെ കലാകാലവും ഖാലിദീന ഫീഹ, അവൻ നരകത്തിൽ കാലാകാലവും മരിക്കുന്നത് വരെ മരിക്കല്ല, അവൻ നിത്യവാസമാണ് അവിടെ. കാഫിറുകൾക്ക് നരകം നിത്യവാസമാണ്, മുഅ്മിനീങ്ങൾക്ക് സ്വർഗം നിത്യവാസമാണ്. അവിടെ പെർമനൻറ്റ് ലൈഫാണ്, അവിടെ ഗ്യാരണ്ടീഡ് ലൈഫാണ്. അവിടെ പിന്നെ ജീവിതം എന്ന് പറഞ്ഞാൽ അവസാനിക്കുക, പിന്നെ അങ്ങോട്ട് ഇങ്ങനെ ജീവിച്ചു പോകണം, സ്വർഗീയ ജീവിതം. ജിന്നുകളെ പോലെ, ജിന്നുകൾ അങ്ങനെയാണല്ലോ, അപ്പോൾ അവർ ജീവിക്കണം, അവരുടെ ലോകത്ത് ജീവിക്കല്ലേ, നമുക്കറിയില്ല അവരുടെ കാര്യങ്ങൾ. പക്ഷേ മനുഷ്യൻ അവിടെ പിന്നെ മരണമില്ലാത്തൊരു ജീവിതം. അപ്പോൾ അവർ എണീറ്റിട്ട് തൂന അഫ്വാജ, കൂട്ടമായിട്ട് വരികയാണ്. എങ്ങോട്ടാണ്? വിചാരണയിലേക്ക്. അപ്പോൾ ആകാശം തുറക്കും. അപ്പോൾ ആകാശം തുറക്കുമ്പോൾ അത് കവാടങ്ങളായിട്ട്, അനേകം കവാടങ്ങളായിട്ട്, അപ്പോൾ കൂട്ടമായിട്ട് വരുന്നവർക്ക് ഒരു കവാടത്തിലൂടെ എൻ്റർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ സാങ്കേതിക വശങ്ങൾ, അത് ഇവിടുന്ന് ആകാശത്തേക്ക് കയറി പോകലാണോ, ആകാശം ഇങ്ങോട്ട് താഴോട്ട് വരലാണോ, അതൊക്കെ അള്ളാഹു ആയാലും നമുക്കതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. നമ്മൾ ഇമാജിൻ ചെയ്യുക, മനസ്സിലിങ്ങനെ ഭാവനയിൽ കാണുക. നമ്മൾ ലോകത്ത് മുഴുവൻ ജനങ്ങൾ ഓരോ പള്ളിക്കാട്ടുനിന്നും ഓരോ നാട്ടിൽ നിന്നും ഇങ്ങനെ ഇങ്ങനെ ആകാശത്തേക്ക് പൊങ്ങി വരുന്നു, അല്ലെ ഈ ഭൂമിയിൽ തന്നെ പൊങ്ങി ഇങ്ങനെ നിൽക്കുന്നു മണ്ണിൻ്റെ മേലെ. എന്നിട്ട് പക്ഷെ ആ മണ്ണിനെ പറ്റി പറയുന്നത്, ആ പ്രതലം ഈ സൂറെന്ന കാഹളത്തിൽ ഊതുന്ന സന്ദർഭത്തോടുകൂടി ഭൂമി ഒരൊറ്റ ഒരു പുൽക്കൊടി പോലും ഇല്ലാതെ പരന്നൊരവസ്ഥയിലേക്ക് ഭൂമി മാറും. അത് പൊടിമണ്ണാവാം, അല്ലെങ്കിൽ വേറെ എന്താവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവാം. ചില റിപ്പോർട്ടിൽ പറയുന്ന മഹ്ശറയിലെ പറയപ്പെടുന്ന സംഗതികളാണ്. നമ്മൾ പഴയ വയലുകളിലൊക്കെ കേട്ടിട്ടുണ്ട്, ചെമ്പ് കൊണ്ടുള്ള നിലമാകാം, ചെമ്പ് കൊണ്ടുള്ള, ചില ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതൊക്കെ ചെമ്പ് കൊണ്ടുള്ള. അപ്പം അരവരെ വിയർത്തൊലിക്കുക എന്ന് വെച്ചാൽ അത്രക്കും ചൂട്. മേലെ സൂര്യനെ പിന്നെയും പുനഃസൃഷ്ടിക്കുകയാണ് അള്ളാഹു. കഠിനമായ ചൂട്. ഒരു ചാണകല സൂര്യൻ്റെ നമ്മളൊക്കെ കരിഞ്ഞു, അത് വേറെ വിഷയം. പക്ഷേ അത്രക്കും കഠിനമായ ചൂടുള്ള മഹ്ശറായിരിക്കും. അവിടെ അർശിൻ്റെ തണലുണ്ടാവുക സത്യവിശ്വാസികൾക്കായിരിക്കും. പക്ഷേ ഇത് ആധികാരികമായിട്ട് നേരത്തെ നമ്മൾ സൂറത്തിൽ പഠിച്ചു കേട്ടോ. ഈ ലോകാവസാന സമയത്ത്, പുനർജന്മ സമയത്ത് മനുഷ്യരുടെ മുഖം നോക്കിയാൽ അറിയാൻ പറ്റും. ക്ഷീണിച്ച് പൊടി പുരണ്ട് വല്ലാത്ത അവശതയോടെ നിരാശ ബാധിച്ച് കിടക്കുന്ന മനുഷ്യന്മാർ, കാഫിറുകൾ, സത്യനിഷേധികൾ, അള്ളാഹിൻ്റെ ദീനില്ലാതെ ജീവിച്ച ഭൂമിയിലെ ദുഷിച്ച മനുഷ്യന്മാരുടെ മുഖം അങ്ങനെയാണെങ്കിൽ, സത്യവിശ്വാസികൾ വളരെ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ വലിയ സമ്മാനം വാങ്ങാൻ വേണ്ടി വലിയ പ്രൈസ് വിന്നറെ പോലെ, വിജയിയെ പോലെ നടക്കുന്ന അവരുടെ മുഖവും പിന്നെ അതുപോലെ ഇതൊക്കെ കാണാം. പക്ഷെ കൂട്ടമായിട്ടായിരിക്കും ആ സമയത്ത് ആളുകൾ ഇങ്ങനെ വരിക. പക്ഷെ ആ സമയത്തും ഒരാളെ മൈൻഡ് ചെയ്യില്ല എന്നുള്ളതാണ്. ഒരാളെ മൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ അതൊന്നുമല്ല വിഷയം. വേറെ അവിടെ ഓരോരുത്തരും നഫ്സി എന്ന സന്ദർഭമാണ്, സ്വന്തം കാര്യം മാത്രം. എന്നിട്ട് പർവ്വതങ്ങൾ ഒരു മരീചിക പോലെയാവും. പർവ്വതങ്ങൾ വസുയ്യറത്തുൽ ജിബാല്, പർവ്വതങ്ങൾ ഇളകി നീങ്ങും, അവ ചലിച്ച് അതങ്ങോട്ട് ഇല്ലാതെയാവും. അപ്പം പർവ്വതങ്ങളൊക്കെ തട്ടി തകർന്ന് പരിപൂർണമായി അവിടെ ഇങ്ങനെ ഫ്ലാറ്റായ ഒരു സ്ഥലത്തായിരിക്കണം ഇങ്ങനെ ഒരു പുനർജന്മം നടക്കുന്ന സ്ഥലം. അത് ഈ ഭൂമിയിലാകാം, മറ്റൊരു ഇപ്പോൾ ആകാശം തുറന്ന് അബുവാബ്, ഇവിടെ മേലെ പറഞ്ഞല്ലോ ഫക്കാനത്തെ അബുവാബ, അവിടെ ഇങ്ങനെ വലിയ ഡോറായിട്ട്. അപ്പം അവിടേക്ക് ആ ഒരു സ്ഥലം, അതൊരു ഹാളിലേക്ക്, നമ്മൾ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് കയറുന്ന പോലെ
വേറൊരു ഡോറ് ഉള്ള ഒരു അബുവാബ് പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ വാതിലൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നുവെച്ചാൽ അവിടെ ഒരു എൻട്രി പോലെ ഒരു സ്ഥലം ആവാം. അങ്ങനെയുള്ള ഒരു ലോകത്തെ കോടാനുകോടി ജനങ്ങൾ ഇങ്ങനെ പ്രവഹിക്കുന്നുണ്ടാകും. വസുയ്യിറത്തിൽ ജിബാലു ഫകാനത് സറാബ, പർവ്വതങ്ങൾ സഞ്ചരിക്കപ്പെടും, അത് മെല്ലെ മരീചിക പോലെ അത് ഇല്ലാതായിത്തീരും. ഇന്ന ജഹന്നമ കാനത് മിർസാദ, ആളുകൾ ഇങ്ങനെ വീണിങ്ങനെ ശബ്ദത്തോടെ കടകടാന്ന് പറഞ്ഞ് വീഴുന്ന ഒരു സ്ഥലമായിരിക്കും നരകം. ജഹന്നം അതിൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്ന അവസ്ഥയിലേക്ക് അതിങ്ങനെ പതിസ്ഥലമാണ്. മിർസ്വാദ, അതിങ്ങനെ പതിസ്ഥലം എന്ന് പറഞ്ഞാൽ ആളിങ്ങനെ വീണ സ്ഥലമാണ്. അപ്പോൾ നരകം ഇങ്ങനെ വീഴുന്ന സ്ഥലം. അപ്പോൾ ഇത് ഇമാജിൻ ചെയ്ത് നോക്കൂ, നമ്മൾ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് നോക്കും. നമുക്കങ്ങനെ കാണാമല്ലോ മനസ്സിൽ. നമ്മളെല്ലാവരും കോടാനുകോടി മനുഷ്യന്മാരിങ്ങനെ കയറി പോകുന്ന സ്ഥലം, അത് ഖുർആൻ്റെ അടിസ്ഥാനത്തിലാണ്, സത്യമാണ് പ്രിയമുള്ളവർ. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നത് ഇത് സത്യമാണ്. കൽബ് തട്ടി യഖീനോടെ നമ്മൾ ഇത് പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. കൂട്ടമായി ലോകത്തെ മുഴുവൻ ജനങ്ങളും, എല്ലാവരും, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാ മനുഷ്യന്മാരും ഇങ്ങനെ കൂട്ടമായി പോവുക. അപ്പം ജഹന്നം, അതിൻ്റെ തൊട്ട് താഴെ നരകം, അതിലേക്ക് വീഴുന്ന അവസ്ഥ. അത് വിചാരണയ്ക്ക് ശേഷമായിരിക്കും ഇത് സംഭവിക്കുന്നത് ന്യായമായിട്ടും. എന്നിട്ട് മേലെ വിചാരണ എന്നുള്ളത് കുറേ കാലം കാത്തിരിക്കേണ്ട അവസ്ഥ ഉണ്ടായിക്കോ, അള്ളാഹു ആലം. അള്ളാഹുക്ക് അതൊന്നും ഒരു വലിയ വിഷയമുള്ള കാര്യമല്ല എത്രയും ജനങ്ങളെ വിചാരണ ചെയ്യാന്നുള്ളത്. ഈ സംവിധാനങ്ങൾക്ക് അള്ള ഉണ്ടാക്കി നിസ്സാരമായ സമയം ആവശ്യമുള്ളൂ. പക്ഷേ ഈ ജഹന്നം എന്ന് പറയുന്ന ഈ നരകത്തിലേക്ക് ആളുകൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന മിർസ്വാദ പതിസ്ഥലമാണ്. ലിത്വാഗീന മആബ, അത് അക്രമികളുടെ വാസസ്ഥലമാണ്, സങ്കേതമാണ്. ലിത്താഗീൻ, താഗീൻ എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്തവർ, അക്രമം കാണിക്കുന്ന മനുഷ്യർ, ഇത് ജീവിതത്തിലെ എല്ലാ ക്രമങ്ങളും തെറ്റിച്ചവർ, എന്ത് കുടിക്കണം തോന്നിയതുപോലെ കുടിച്ച് തോന്നിയതുപോലെ കൂത്താടി എങ്ങനെയും ജീവിച്ചവർ, സ്വന്തം ഹവയിൽ ജീവിച്ചവർ, ഒരു നിലക്കും പടച്ച റബ്ബുമായിട്ടും ദീനുമായിട്ടും നീതിയില്ല. ഇതൊക്കെയാണല്ലോ ഇസ്ലാം. നീതി, ധർമ്മം, മറ്റുള്ളവരുടെ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക, പരസഹായിയാവുക, ഇതൊക്കെ മാറ്റി യാതൊരുവിധ മാനുഷിക മൂല്യങ്ങളും ഇല്ലാതെ മൃഗതുല്യമായി, അല്ലെങ്കിൽ മൃഗങ്ങൾ വരെ നാണിച്ചു പോകുന്ന രീതിയിൽ അക്രമം കാണിച്ച് ജീവിച്ചവർ, അവർക്കുള്ള സങ്കേതമാണ് നരകം. ലാബിസീന ഫീഹാ അഹ്ഖാബ, അവരതിൽ യുഗങ്ങളോളം വസിക്കും. യുഗങ്ങളോളം, അവസാനമില്ലാത്തൊരു കാലം അവരതിൽ വസിക്കുക എന്നാണ് പറഞ്ഞത്. അവിടെ താമസിക്കേണ്ടി വരും നരകത്തിൽ. ലാ യദൂഖൂന ഫീഹാ ബർദം വലാ ശറാബ, അവിടെ ഒരു കൂളായിട്ടുള്ളൊരു സ്ഥലം പോലും ഉണ്ടാവില്ല. അവിടെ തണുപ്പ് എന്ന് പറഞ്ഞത് അവർ അനുഭവിക്കുക പോലുമില്ല. അവിടെ ഒരു കുടിവെള്ളം പോലും അവർക്ക് മര്യാദയ്ക്ക് കിട്ടൂല എന്ന്. ഷറാബ്, അവിടെ കുടിക്കാനൊന്നും കിട്ടൂല എന്ന്. ലാ യദൂഖൂന, അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു കുടിനീര് അവിടെ കിട്ടാത്ത, അവിടെ കുടിനീര് കിട്ടുകയാണെങ്കിൽ തന്നെ ആ കുടിനീരിനെ പറ്റി, നരകത്തിലെ കുടിനീരിനെ പറ്റി മറ്റ് ആയത്തുകളിൽ പറയുന്നുണ്ട്. അത് കുടിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു മുള്ള് പോലെയുള്ള ഒരു സാധനം, അത് നമ്മൾ അവിടെ, അപ്പോൾ ഭക്ഷണമൊക്കെ അവിടെ ഉണ്ട്, പക്ഷെ അതൊന്നും ശരീരത്തിന് ഗുണം ഉണ്ടാവണമെന്നൊന്നുമല്ല, അതൊക്കെ ശിക്ഷയായിട്ടുള്ള ഭക്ഷണം. അപ്പം നമ്മളിപ്പോൾ നാട്ടിൽ ജയിലിലൊക്കെ ഒരുത്തന്നെ പണിഷ്മെൻറ്റിന് വിട്ടാലും അവിടെ നല്ല ഫുഡാണല്ലോ. ചിലരൊക്കെ ജയിലിൽ പോയി കിടക്കുകയാണ്, ഫ്രീ ഫുഡാണ്, നല്ല ഭക്ഷണമൊക്കെ കൊടുക്കുന്നു. ഇപ്പോൾ മട്ടനും ഇതൊക്കെ ചിക്കനൊക്കെ കൊടുക്കും, ചിക്കൻ ബിരിയാണി ആഴ്ചയിൽ ഒരു ദിവസം എന്നൊക്കെ സംവിധാനം, മെനുവൊക്കെ ജയിലിൽ വരെ മാറിയ സ്ഥിതിക്ക് ആളുകൾ അങ്ങനെ, അത് വേണോ വേണ്ടെന്നുള്ള ചർച്ചയല്ല, പക്ഷെ പറയാം, ശിക്ഷ എന്ന് പറയുന്നത് ശിക്ഷയായിട്ട് തന്നെ ആയിരിക്കും നരകം. നരകം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഈ തീ മാത്രമുള്ള സ്ഥലമല്ല കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഈ ചൂട്, അക്രമികളായ ജനം നിൽക്കുന്നിടത്ത് അവർക്ക് തണുപ്പ് അവർക്ക് കിട്ടൂല, അവർക്ക് അവിടെ ഒരു വെള്ളവും കുടിക്കാൻ കിട്ടൂല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവർ ജീവിക്കേണ്ടി വരും യുഗങ്ങളോളം. യുഗം എന്നാണ് പറഞ്ഞത്. യുഗങ്ങളോളം എന്ന് പറഞ്ഞാൽ അഹ്ഖാബ, അതിന് എത്ര കാലം എന്നറിയാൻ പറ്റൂല. അവരുടെ ശിക്ഷാ കാലാവധി എത്രയും നീണ്ടു പോകാം. ഇല്ല ഹമീമൻ വഗസ്സാഖ, ഇനിയിപ്പോൾ അവിടെ കുടിക്കാൻ കിട്ടുകയാണെങ്കിൽ ചുട്ട് തിളക്കുന്ന വെള്ളമാണ്. വഗസ്സാഖ, ചലം, ഈ രക്തത്തിൽ നിന്ന് മുറിയൊക്കെ വന്ന് പൊറ്റി ഒലിക്കുന്ന ചലമില്ലേ, അതുപോലുള്ള കുടിക്കാൻ തന്നെ പറ്റാത്ത വൃത്തികെട്ട ജലമാണ് അവിടെ ലഭിക്കുക. ജസാഅൻ വിഫാഖ, അവർക്ക് കിട്ടേണ്ടത് കിട്ടി, അവർക്ക് അനുയോജ്യമായ പ്രതിഫലം, അവർക്കുള്ള സാലറി അതാണ്. 2 സാലറിയാണ്, 2 ശമ്പളമാണ് ഈ ദുനിയാവിൽ. നല്ല ചെയ്തവർക്ക് നല്ലത്, ചീത്ത ചെയ്തവർക്ക് ചീത്ത. അത് ദുനിയാവിലും പരലോകത്തും അള്ളാഹ് അങ്ങനെ തന്നെ കൊടുക്കും. ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബ, അവരായിരുന്നു ലാ യർജൂന ഹിസാബ, അവർക്ക് ഹിസാബ്,
പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരായി നരകത്ത് പോകാന്ന് വെച്ചാൽ ഹിസാബ് ഉണ്ടാകൂല എന്ന രീതിയിൽ ജീവിച്ചവരാണ്. പരലോകത്ത് വിചാരണ ഇല്ല എന്ന് വിശ്വസിക്കുന്ന, നമ്മളൊക്കെ പരലോകത്ത് വിചാരണ ഉള്ളവരാണെന്ന് വിശ്വസിക്കുന്നവരാണ് അല്ലേ. ഇതേപോലെ വിചാരണ ഉണ്ട് എന്നുള്ള വിശ്വാസമല്ല വേണ്ടത്. വിശ്വാസം കൊണ്ട് ആരും സ്വർഗത്ത് പോകാൻ പോകുന്നില്ല. അമനു ആമിലു സ്വാലിഹത്താണ്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മം ചെയ്തവരാണ് സ്വർഗത്തിൽ പോകുക. അപ്പോൾ ഹിസാബ് ഉണ്ടെന്ന് വിചാരിച്ചാൽ പോരാ. ബിസിനസ് ചെയ്യുന്ന ആളെ, ഒരു കച്ചവടക്കാരൻ, അയാൾ ഒരു സാധനം മാർക്കറ്റിൽ സെയിലാക്കുമ്പോൾ ഒരുത്തം വന്ന് പാവപ്പെട്ടവൻ, അവനക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല, ഒരു സാധനം, ഒരു ഫർണിച്ചർ കട, ഒരു ഉദാഹരണമായിട്ട് പറയാം, ഫർണിച്ചർ കട നടത്തുന്ന ഒരു മനുഷ്യൻ, അയാൾ വന്നിട്ട് ഒരു കസ്റ്റമർ വന്നു, പാവപ്പെട്ട സാധുവായ ഒരു കസ്റ്റമർ, അയാളെ വീട്ടിൽ കുടിയിരിക്കലാണ്, കുറച്ച് സാധനങ്ങൾ വേണം, ഇവിടെ അങ്ങനെ ഓഫറൊക്കെ ഉണ്ടെന്ന് കേട്ട് ഞാൻ അങ്ങനെ വന്നതാണ്, എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. അവൻ നിഷ്കളങ്കനാണ്. അവൻ പറയാ, ഈ കച്ചവടക്കാരനായ ഈ ഷോപ്പിൻ്റെ ഉടമയോട് പറയാ, എനിക്ക് വല്ലാത്ത വലിയ ബജറ്റൊന്നുമില്ല, ചെറിയ പൈസയേ ഉള്ളൂ, ചോര നീരാക്കി കഷ്ടപ്പെട്ട ഒരു പ്രവാസിയാണ്, ഗൾഫിൽ പോയി 50 ഡിഗ്രി ചൂടിൽ പണിയെടുത്ത് അല്ലേ, കുടുംബവും കൂടുമൊക്കെ വിട്ട് പ്രയാസപ്പെട്ട് വീടുണ്ടാക്കി അവസാനം ലക്ഷങ്ങളുടെ ബാധ്യതയുമായിട്ട് ഫർണിച്ചർ കടക്കാരൻ്റെ മുമ്പിൽ വന്നിട്ട് സാധനങ്ങൾ വാങ്ങുക, എന്നിട്ട് പറയും ഇൻസ്റ്റാൾമെൻറ്റിൽ തരണേ, എനിക്ക് വലിയ സാമ്പത്തികമുള്ള ആളല്ല, സഹായിക്കണം എന്ന് പറഞ്ഞ് വരിക. അപ്പോൾ ഇയാൾക്ക് ഇൻസ്റ്റാൾമെൻറ്റ് പരിപാടിയൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാത്തിനും ഇരട്ടി വിലട്ട്. ഇവനെ കണ്ടപ്പോൾ ഗൾഫുകാരനല്ലേ, ഒന്ന് പറ്റിച്ചേക്കാം. നോക്കൂ എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് ആളുകളൊക്കെ പറ്റിക്കാൻ കഴിയും. ഒരു പക്ഷേ ഈ ഭൂമിയിൽ വെച്ച് ഒരിക്കലും ഒരാളും അറിയാത്ത രീതിയിൽ നമുക്ക് ആളുകളെ പറ്റിക്കാൻ കഴിയും. നമുക്ക് അതിനെ പല രീതിയിലും പറഞ്ഞ് ന്യായീകരിക്കാം. റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ പണിയെടുക്കുന്ന ആളുകൾ, അവരൊക്കെ ചെയ്യുന്ന ഒരു കൊല്ലം കൊണ്ട് എങ്ങനെയാണ് ഇത്ര അധികം പൈസ അല്ലേ, അതൊക്കെ മാർക്കറ്റല്ലേ എന്ന് പറഞ്ഞിട്ട് ആ വരുന്ന ആളുകളൊക്കെ അടുത്ത് പിടിപ്പിക്കുകയാണ്, അങ്ങനെ പറ്റിച്ച് കളയുക, രക്ഷപ്പെടുകയാണ്. നോക്കൂ പ്രിയമുള്ളവരെ, നമ്മൾ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യരുത്. 1 രൂപ അനർഹമായിട്ട് നമ്മൾ ദുനിയാവിൽ ആരുടെയെങ്കിലും ഇങ്ങോട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, പൊരുത്തല്ലാതെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അത് എന്ത് കാര്യത്തിനായാലും, അത് ഏത് വിഷയത്തിലായാലും, അനർഹമായ ഒരു സമ്പാദ്യം ഒരാളുടെ പൊരുത്തമില്ലാതെ, അതിപ്പോൾ ഡിവോഴ്സ് കേസിൽ പെണ്ണ് വാങ്ങുന്നത്, നിങ്ങളൊക്കെ മക്കളുള്ളവരാണ്, മക്കളെ കെട്ടിക്കാനുള്ളവരാണ്, പെൺമക്കളുള്ളവരാണ്, വിവാഹമോചന സമയത്ത് പരസ്പരം ധാരണയോടെ ഭർത്താവ് ഇഷ്ടത്തോടു കൂടി തരുന്നത് വാങ്ങിയാൽ മതി, അല്ലാത്ത പിടിച്ചു വാങ്ങി കേസും കൂട്ടായിട്ട് അതുപോലും അനർഹമാണ്. 1 രൂപ അതും തൃപ്തിപ്പെട്ട് തരുന്ന പൈസ അല്ലല്ലോ. ഒരാളുടെ ജീവിതത്തിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പിരിയുമ്പോൾ ഇദ്ദമത്താവ് കൊടുക്കണം. ഇദ്ദമത്താവ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പുരുഷന്, അവിടെയും വിഷയമുണ്ട്. ഇവിടെയൊക്കെ നീതി നടപ്പാണ്. അപ്പോൾ പരലോകം വേണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങളുടെ മകൻ കല്യാണം കഴിച്ചു, നമ്മളാരും കല്യാണം കഴിക്കുന്ന ഡിവോഴ്സ് ചെയ്യാനല്ല, അങ്ങനെ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളുണ്ടായി, അവർ പിരിയേണ്ടി വന്നു, സ്വാഭാവികമാണ്. അള്ളാഹു അനുവദിച്ചിട്ടുള്ള ത്വലാഖ്, നിക്കാഹ് പോലെ തന്നെ അള്ളാഹ് അനുവദിച്ചിട്ടുള്ളത്, അതിന് വലിയ തെറ്റായ കാര്യമല്ല. ഖുർആനിൽ നിക്കാഹിനേക്കാൾ കൂടുതൽ ഡിവോഴ്സിനെ, ത്വലാഖിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ത്വലാഖ്, സൂറത്ത് ത്വലാഖുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് പറയാം. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ അത് നമ്മൾ സൂറത്തുൽ ബഖറയിൽ തന്നെ ഒരുപാട് വിഷയം ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊക്കെ അനർഹമായിട്ടുള്ള സമ്പാദ്യം എവിടുന്ന് വരുന്നതാണെങ്കിലും അതൊന്നും ശരിയായ കാര്യമില്ല. അവർ ഒരുമിച്ച് ഇത്രയും കാലം ജീവിച്ച് പിരിയുമ്പോൾ രണ്ടുകൂട്ടരും അത് സഹിക്കണം. അപ്പോൾ ഭർത്താവിന് തോന്നുക, ഭർത്താവ് പിരിയുമ്പോൾ അദ്ദേഹം പറയാം, ഞാൻ ഇൻഷാ അല്ലാഹ് എൻ്റെ സാമ്പത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഒരു എമൗണ്ട് ഇത്ര ഇൻഷാ അല്ലാഹ് ഞാൻ തരാം എന്ന് പറഞ്ഞ് പൊരുത്തപ്പെട്ട് വാങ്ങുക. എല്ലാത്തൊന്നും ഹലാലാവുകയില്ല. അതുപോലെ തന്നെ മെഹർ, അത് കൊടുക്കേണ്ട പോലെ കൊടുക്കുകയും വേണം. അപ്പോൾ അത് ഈ ദീന് എന്ന് പറഞ്ഞാൽ ഒരു അന്യൻ്റെ തൃപ്തിയില്ലാത്തൊരു പണം നമ്മൾ നേടിയെടുക്കുക എന്നുള്ളത് അത് അനർഹമാണ്. അതൊരിക്കലും നമുക്ക് ഹലാലാവൂല. അതൊക്കെ വിചാരണ നടക്കും. നമ്മൾ ഈ പടച്ചവനെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ലാ യർജൂന ഹിസാബ, അവർ ഹിസാബ്, ഈ നരകത്തിൽ ഈ കുടിനീര് പോലും കിട്ടാതെ യുഗങ്ങളോളം താമസിക്കണോ പ്രിയമുള്ളവരെ? അല്ലെങ്കിൽ സുന്ദരമായ ഖാലിദീന ഫീഹ, നിത്യവാസം, സ്വർഗത്തിൽ പെർമനൻ്റ് ആയിട്ട് ഈ കാണുന്ന സുന്ദരമായ സുഖ സൗകര്യങ്ങൾ ജീവിക്കണം? നമ്മൾ തീരുമാനിക്കാം. നമുക്കിപ്പോൾ ഒരു 10 റുപ്യ 100 റുപ്യ 5 ലക്ഷം കിട്ടണം, നമ്മൾ കാര്യമാക്കണ്ട, പോട്ടേന്ന് വെക്കുക. അള്ളാഹിൻ്റെ ദീനിൻ്റെ വഴിയിൽ നമുക്ക് എന്ത് ത്യാഗവും, ജീവിതം, തൻ്റെ സമ്പത്ത് എല്ലാം അള്ളാഹിൻ്റെ വഴിയിൽ അങ്ങ് ത്യാഗം ചെയ്തേക്കുക പ്രിയമുള്ളവരെ. വകദ്ദബൂ ബിആയാതിനാ കിദ്ദാബ, അവൻ ആയാത്തുകളെ കിദ്ദാബാക്കിയാനാണ്. അപ്പോൾ അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുക എന്ന് പറഞ്ഞാൽ? നിസ്കരിക്കാതിരിക്കുക, നോമ്പ് നോൽക്കാതിരിക്കുക എന്നല്ല. ഭൂമിയിലെ മനുഷ്യരുമായിട്ടുള്ള ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ
അള്ളാഹുവിനെ ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അള്ളാഹിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം നമ്മുടെ ബിസിനസ്, അള്ളാഹിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആയിരിക്കണം നമ്മുടെ മുആമലാത്തുകൾ, ഇടപാടുകൾ, സംസാരങ്ങൾ, ചിന്തകൾ വരെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം. ചിന്തിക്കുന്നിടത്തുനിന്നല്ല എല്ലാം സംസാരിക്കുക നമ്മൾ. അപ്പോൾ അവിടെയൊക്കെ അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിൽ ഒരു അവയവമുണ്ട്, അത് നന്നായാൽ നിങ്ങൾ നന്നായി എന്ന്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ചിന്ത വരെ നല്ലത് ചിന്തിക്കുക, നല്ലത് പറയുക, നല്ലത് ഭക്ഷിക്കുക, നല്ലതുപോലെ ജീവിച്ചാൽ പടച്ച റബ്ബിൻ്റെ ഇഷ്ടമനുസരിച്ച് സ്വർഗത്തിൽ പോകാം. ഇഷ്ടത്തോടെ തൃപ്തിയോടെ സ്വർഗത്തിൽ പോകാം. കദ്ദബൂബി ആയാതിനാ കിദ്ദാബ, ഇവർ ഈ നരകത്തിൽ നിത്യവാസം യുഗങ്ങളോളം കുടിനീരില്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന നരകവാസികൾ, അവർ ഹിസാബില്ല എന്ന് വിചാരിച്ച് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടിസ്ഥാനങ്ങളെ, ദീനിനെ കളവാക്കിയവരാണ്. നമ്മൾ ഈ ദീനിനെ കളവാക്കാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് കേട്ടോ, ഞാനൊക്കെ ഖുർആൻ പഠിക്കുന്ന ആളല്ലേ, ഞാൻ നിസ്കരിക്കുന്ന ആളല്ലേ, ഞാൻ ഹജ്ജ് ചെയ്ത ആളല്ലേ, ഞാൻ ഉംറ ചെയ്ത ആളല്ലേ, ഞാൻ ദീനിൻ്റെ ആളല്ലേ, എൻ്റെ തൊപ്പി കണ്ടില്ലേ, എൻ്റെ താടി കണ്ടില്ലേ, ഞാൻ വെള്ള വസ്ത്രം ധരിക്കില്ലേ, ഞാൻ പർദ്ദ ധരിക്കണില്ലേ, ഇതൊന്നുമല്ല വിഷയം. ജീവിതത്തിൽ ഇപ്പം തസ്ബീഹ് മാലയായിട്ട് സ്വന്തം മരുമകളെ വീട്ടിൽ ജീവിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ വീർപ്പ് മുട്ടിക്കുന്ന അമ്മായിമ്മമാർ അല്ലേ. നമ്മളൊരു വിഷയം പറയാം, ബാപ്പ സ്വന്തം മകനോട് ചെയ്യുന്ന ക്രൂരത, ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള വഴക്കും വക്കാണവും പ്രശ്നങ്ങളും സ്വത്ത് തർക്കം, ഇതൊക്കെ എവിടെ കൊണ്ട് തീർക്കാനാണ് പ്രിയമുള്ളവർ? നിങ്ങൾ എത്ര കാലം അവിടെ ജീവിക്കുക? ഒരു നൂറ്റാണ്ട് ജീവിക്കാൻ കഴിയുമോ? അവിടെ സെഞ്ചുറി അടിക്കാൻ കഴിയുമോ വയസ്സ്? ഒരിക്കലുമില്ല. ഈ കേൾക്കുന്ന നിങ്ങളോ ഞാനോ ഒരിക്കലും ഇനി എന്തായാലും 100 കൊല്ലം ജീവിക്കില്ല. വളരെ എണ്ണപ്പെട്ട വർഷങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. നമ്മൾ ആരും അറിയാതെ നമ്മളെ 100 കൊല്ലം മുമ്പ് ഈ നാട്ടിലുള്ള ജീവിച്ച് മരിച്ചുപോയ ഖബർ പള്ളിക്കാട്ടിൻ്റെ അടക്കിയവരൊക്കെ ആരും ഓർക്കണിപ്പോൾ? അവരാരും ഓർക്കുമായിരിക്കും, വല്ല കൊല്ലത്തിലൊരിക്കലൊക്കെ ഓർക്കുന്നല്ലാതെ, അല്ലെ എപ്പോഴെങ്കിലും സംസാരത്തിൽ ഓർക്കും, പിന്നെ ആരും ഓർക്കൂല. എത്ര വലിയ ബന്ധം പറഞ്ഞവരൊക്കെ മരിച്ചു പോകുമ്പോൾ അതിൻ്റെ വലിയ അനുസ്മരണ പരിപാടിയൊക്കെ നടത്തുകയല്ല, പിന്നെ ആരും ഓർക്കണ്? നമ്മളതോടെ തീർന്ന് റൂഹെടുക്കുന്നതോടെ തീരുന്ന ജീവിതമുള്ള പ്രിയമുള്ളവർ. അതുകൊണ്ട് അള്ളാഹിൻ്റെ ആയാത്തുകളെ നമ്മൾ കദ്ദാബാക്കരുത്, കളവാക്കരുത്. ദീനിൻ്റെ വിഷയത്തിൽ വളരെ സൂക്ഷ്മതയോടെ ജീവിക്കണം. വകുല്ല ശൈഇൻ അഹ്സൈനാഹു കിതാബ, എല്ലാം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒന്നും വിട്ടുപോയിട്ടില്ല. എല്ലാം അതിലുണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. രഹസ്യത്തിൽ ചെയ്തത്, രാത്രിയുടെ നിശബ്ദതയിൽ ആരും കാണാതെ ചെയ്തത്, ആരും അറിയാതെ ചെയ്തത്, വാതിലടച്ചിട്ട് ചെയ്തത്, രഹസ്യം എല്ലാം പുറത്ത് കൊണ്ടുപോരുന്ന സമയമാണ്. എല്ലാം റെക്കോർഡാണ്. വകുല്ല ശൈഇൻ, എല്ലാം അതിൻ്റേതായ കൃത്യമായ റെക്കോർഡിലാണ്. ഫദൂഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബ, ശിക്ഷയല്ലാതെ നിങ്ങൾക്ക് ഇനി ഒന്നും വർദ്ധിപ്പിച്ചു തരാനും പോണില്ല. അവർ ഈ ഭൂമിയിൽ കാണിച്ച അക്രമങ്ങളില്ലേ, അവർ ഈ ഭൂമിയിൽ കാണിച്ച അക്രമ സംവിധാനങ്ങൾ, അക്രമങ്ങൾ, ആ ആക്രമണങ്ങളും അവർ കാണിച്ച എല്ലാം, അതെല്ലാം നാളെ പരലോകത്ത് കൊണ്ടുവരപ്പെടുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. പരലോക ജീവിതം നമ്മുടെ മുമ്പിൽ. ഫദൂഖു ഫലൻ നസീദകും ഇല്ലാ അദാബ, ശിക്ഷ മാത്രമല്ലാതെ അവർക്ക് ഇനി എന്തെങ്കിലും കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ ശിക്ഷ കൂട്ടിക്കൊടുക്കാന്നല്ലാതെ അവർക്കൊന്നുമില്ല. ഇനി മറുവശം പറയാം. ഒരു നാണയത്തിൻ്റെ 2 വശം എപ്പോഴും ഖുർആൻ പറയും. എപ്പോഴും സ്വർഗം പറയുന്നിടത്തൊക്കെ നരകം ഉണ്ടാവും, നരകം പറയുന്നിടത്ത് സ്വർഗം ഉണ്ടാവും. അപ്പോൾ ഈ അക്രമികളായ ജനത്തിനുള്ള ശിക്ഷയെ പറ്റി പറഞ്ഞിട്ട് പറയാണ്, ഇത് ഈ മുത്തഖീങ്ങളെ പറ്റിയും സ്വർഗത്തെ പറ്റിയൊക്കെ പറയാം. നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് കൊതിക്കരുത് പ്രിയമുള്ളവരെ. നമ്മളെപ്പോഴും മേലെ പറഞ്ഞ കാറ്റഗറിയിലാണോ എന്ന സംശയം നമുക്കുണ്ട്. ഇതിലാണ് എന്നുള്ളൊരു ധാരണയിൽ നമ്മൾ ഒരിക്കലും ഖുർആൻ നമ്മൾ വായിക്കരുത്. പക്ഷേ നമുക്ക് പ്രതീക്ഷ ഉണ്ടാവണം. ശുഭപ്രതീക്ഷയിൽ ഇൻഷാ അല്ലാഹ് പ്രിയമുള്ളവരെ നമ്മൾ സ്വർഗത്തിൽ പോകും. ഇൻഷാ അല്ലാഹ്. നമ്മൾ ആ ഒരു ധാരണ തന്നെ, ഓൻ വലിയ മുത്തഖി, ഓൻ സ്വർഗത്ത് പോകാൻ വിചാരിച്ച് നടക്കുക, അങ്ങനെ തന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ പോകും. നമ്മൾ പോയിരിക്കും. നമ്മളല്ലേ പിന്നെ ആരാ പോവുക? നിങ്ങൾ പറ അല്ലേ? നമ്മളല്ലേ ഖുർആൻ വായിച്ചുകൊണ്ടിരിക്കുന്നവർ, നമ്മളല്ലേ ഈ ഖുർആൻ്റെ വക്താക്കൾ, നമ്മളല്ലേ ഖുർആന് വേണ്ടി ജീവിക്കുന്നവർ, നമ്മളല്ലേ ജീവിതത്തിൽ പല കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചു, എത്ര പണം വേണ്ടാന്ന് വെച്ചു, എത്ര സ്വതക്ക ചെയ്തു. പല ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മിണ്ടാതിരുന്നത് എന്തിനാ? നമുക്കും മറ്റുള്ളവർ സംസാരിക്കുന്ന പോലെ അവരെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കാമായിരുന്നിട്ടും നമ്മൾ ക്ഷമ കൈക്കൊണ്ടത് എന്തിനാ? നമ്മുടെ കണ്ണിനെ സൂക്ഷിച്ചത് എന്തുകൊണ്ടാണ്? മനസ്സിൽ തെറ്റായ ചിന്തകളിൽ വരെ അള്ളാഹുവെ
അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കുന്നത് എന്തിനാ? എന്തുകൊണ്ടാണ് നമ്മൾ അയൽവാസിയെ പ്രയാസപ്പെടുത്താതെ നമുക്ക് കിട്ടേണ്ടുന്ന ന്യായമായ അവകാശങ്ങളായിട്ട് പോലും നമ്മൾ നീതിക്ക് വേണ്ടി നിലകൊണ്ടതിൻ്റെ പേരിൽ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല? ഇതൊക്കെ എന്തിനു വേണ്ടിയാ? അള്ളാഹുവിൻ്റെ ഉന്നതമായ സ്വർഗത്തിന് വേണ്ടിയാ. നിസ്കാരം തന്നെ ഇല്ലാ അലൽ ഖാശിഈൻ, അള്ളാഹുവെ ഭയപ്പെടുന്നവർക്കല്ലാതെ. അത് വലിയൊരു ബാധ്യതയാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 5 വഖ്ത് അള്ളാഹിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവരിൽ ഒന്നുമില്ലല്ലോ, അത് ചെയ്യുന്നവരല്ലേ, ഇത് കേൾക്കുന്നവരെല്ലാവരും. അല്ലാത്തവരും ഇത് കേൾക്കാൻ വരൂല എന്നാണ് എൻ്റെ വിശ്വാസം. 5 വഖ്ത് നിസ്കരിക്കുന്ന ഒരാൾ മാത്രമായിരിക്കും ഈ ഖുർആൻ്റെ പരിഭാഷ കേൾക്കാൻ വേണ്ടി വരിക. അവർ തേടുന്നതാണ് എൻ്റെ പ്രിയമുള്ളവരെ. നിങ്ങളുടെ ഹൃദയം അള്ളാഹുവിനെ തേടുന്ന ഹൃദയങ്ങളാണ്. അള്ളാഹുവെ തേടുന്ന ഹൃദയങ്ങളാണ്. അള്ളാഹുവെ ഈ തേട്ടത്തിലേക്ക് ഞങ്ങളെ ഒരുമിച്ച് ചേർക്കണേ അല്ലാ, സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കണേ അല്ലാ. ഒരിക്കലും ഇന്നലെ വരെ ഒരു സഹോദരൻ വിളിച്ചിട്ട് 2 ദിവസം ഞാൻ യുഎയിലായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് യാത്രയും ക്ഷീണമായിട്ട് 2 ദിവസം ഖുർആൻ ദിവസം ഒരു സൂറത്തെങ്കിലും ഒരു വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യുന്ന ഞാനത് ചെയ്തില്ല. ഇന്നലെ ഒരു സഹോദരൻ വിളിച്ച് ചോദിക്കുക, എന്തേ ചെയ്യാതിരുന്നത്? എൻ്റെ മനസ്സ് വല്ലാതെ ഒരു മനുഷ്യനിലപ്പുറത്തേക്ക് അള്ളാഹുവോട് ശുക്ർ ചെയ്യായിരുന്നു ഞാൻ. മാഷാ അല്ലാഹ്. അള്ളാഹു ഇതൊക്കെ നമ്മുടെ ജന്നാത്തുൽ ഞാൻ അവരെ കണ്ടിട്ട് പോലുമില്ല. അങ്ങനെയുള്ള എത്രയോ പേര് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നു, ഇതിൻ്റെ കമൻസിൽ എഴുതുന്നു. നാളെ നിങ്ങൾ എഴുതണം എന്നല്ല പറയുന്നത്, പക്ഷേ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ അള്ളാഹുവെ ഞങ്ങളുടെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന. അതിലൊന്നും ഒരു രീതിയിൽ ആ മനുഷ്യൻ എന്നെ കോൾ ചെയ്യുമ്പോൾ അയാളുടെ സമയം അയാൾ മാറ്റി വെക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് നമ്മളൊക്കെ ഈ ഒരു ചിന്തയുമായിട്ട് ജീവിക്കുന്നത്? നമ്മുടെ തേട്ടം അള്ളാഹുവാണ്, റിളല്ലാഹ്. വേറെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ദുനിയാവിലൊരു രൂപ കിട്ടുന്ന പണിയാണത്. 3-4 മണിക്കൂർ വേണം എനിക്കൊരു വീഡിയോ ചെയ്യാൻ. ഇത് പഠിച്ച് തഫ്സീർ എടുത്ത് പഠനങ്ങൾ നടത്തിയിട്ട് വേണം പറയാൻ. പക്ഷേ അത്രയും സമയം മാറ്റി വെക്കുന്നതിൻ്റെ പിന്നിൽ അള്ളാഹുവെ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. മണിക്കൂറുകളോളം ഈ സംസാരം കേൾക്കുന്ന നിങ്ങൾ, എൻ്റെ സംസാരം കേൾക്കാൻ ഒരാളും ഇത് തുറക്കണില്ല. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, അള്ളാഹിൻ്റെ കലാമ് പഠിക്കാൻ. അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഈ ഒറ്റ നിയ്യത്തിലേക്ക് ഞങ്ങളെ ബന്ധിപ്പിക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ളവരെ, നമുക്കൊക്കെ കണ്ടുമുട്ടാം. അത് ശുഭപ്രതീക്ഷയോടെ ജീവിക്കാം സ്വർഗത്തിലേക്ക് തന്നെ. അല്ലേ നമ്മൾ എന്തിനാണ് ഈ വലിയ ത്യാഗങ്ങളൊക്കെ ചെയ്യുന്നത്? നിസ്കാരം, നോമ്പ്, സക്കാത്തും അല്ല കേട്ടോ, അതൊരു എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ. അതിലപ്പുറത്തേക്ക് എക്സ്ട്രാ പ്രവർത്തിക്കാൻ, എക്സ്ട്രാ നിസ്കാരങ്ങൾക്കിടയിലുള്ള ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവർ, അവർക്കുള്ളതാ സ്വർഗം. നിസ്കാരവും നോമ്പും കൊണ്ടൊന്നും നമ്മളാരും സ്വർഗത്ത് പോകാൻ പോകുന്നില്ല. പക്ഷെ അത് പ്രധാനമാണ്. അത് ട്രെയിനിങ് ആണ്. നിസ്കാരം ട്രെയിനിങ് ആണ്. മറ്റ് എല്ലാ വിധത്തിലുള്ള തെറ്റുകളിൽ നിന്നും നമ്മളെ തടയാൻ, നാവിനെ സൂക്ഷിക്കാൻ, കണ്ണിനെ സൂക്ഷിക്കാൻ, കാതിന് ഗീബത്ത് നമീമത്ത് പറയുന്ന സുഹൃത്തിനോട് പറയല്ലേ എനിക്ക് കേൾക്കണ്ട, എനിക്ക് ഇറച്ചി തിന്നാൻ എനിക്ക് താല്പര്യമല്ല, നീ വിചാരിച്ച ആളല്ല ഞാൻ, എൻ്റെ സ്റ്റാൻഡേർഡ് വേറെയാ എന്ന് മുഖത്ത് നോക്കി പറയാൻ സാധിക്കുമാറ് നമ്മുടെ ഹൃദയങ്ങൾ, നമ്മുടെ കൽബകങ്ങൾ മാറട്ടെ. ഇന്നലിൽ മുത്തഖീൻ, അങ്ങനെയുള്ള സൂക്ഷ്മാലുക്കളായ മുത്തഖികൾ, മഫാസ, അവരാണ് വിന്നേഴ്സ്, അവരാണ് വിജയികൾ. നാളെ ഈ ലോകം അവസാനിക്കുന്നതോടുകൂടെ, ഈ സൂറന്ന കാഹളത്തിൽ ഊതി ലോകത്തെ മുഴുവൻ ജനങ്ങൾ എണീക്കുന്നതോടെ നമുക്ക് മനസ്സിലാവും, ഞാനിതാ രക്ഷപ്പെട്ടു, ഞാൻ വിജയിച്ചിരിക്കുന്നു. എൻ്റെ കർമ്മപുസ്തകം നോക്കൂ. ലോകത്തെല്ലാവരും മുമ്പിലും അഭിമാനത്തോടെ ഭൂമിയിലെ ഒരു വിഭാഗം നാണം കെട്ട് തലകുനിച്ച് പടച്ചോനെ നഷ്ടമായല്ലോ, ജീവിതം പോയല്ലോ, ദുനിയാവ് പോയല്ലോ, അല്ലേ? ഒരിക്കലൂടെ ഭൂമിയിലെ ജീവിതത്തിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുപോകുമോ? ഞാൻ നന്നായി ജീവിച്ച് തിരിച്ചു വരാമെന്ന് അള്ളാഹിനോട് പറയുന്ന അവസ്ഥയിലേക്ക് അവരുടെ മാനസികാവസ്ഥ എത്തുമ്പോൾ, ഇല്ല, ഇനി മടക്കമില്ല, ഒരൊറ്റ ജീവിതം. നിങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു, ഭൂമിയിൽ ഖുർആൻ ഉണ്ടായിരുന്നു, ഭൂമിയിൽ സംവിധാനങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട്, അല്ലെ, വലിസാനം വശഫതൈൻ വഹദൈനാഹുൻ നജ്ദൈൻ, 2 വഴികൾ നിങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. നിങ്ങൾ തെറ്റായ വഴിയിലൂടെ ജീവിച്ചു, നിങ്ങൾക്ക് നഷ്ടമാണ്. എന്നാൽ മുത്തഖികൾ, ഇന്നലിൽ മുത്തഖീന മഫാസ, അവർക്ക് അവിടെ വിജയികളായി അവർ വാഴ്ത്തപ്പെടും. അവർക്ക് സ്വർഗത്തിൽ തോട്ടങ്ങൾ, മുന്തിരിത്തോപ്പുകൾ. ഈ മുന്തിരിത്തോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ തോട്ടം തന്നെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് നമുക്ക് പറിച്ചു തിന്ന. അവിടുത്തെ ഭക്ഷണങ്ങളുടെയൊക്കെ പ്രത്യേകതയായിട്ട് പറയപ്പെടുന്നത്, ഭൂമിയിലെ ഭക്ഷണമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. കാഴ്ചയിലൊക്കെ സെയിം തന്നെ ആയിരിക്കും. അത് അങ്ങനെ തന്നെ ഖുർആൻ്റെ ആയത്താണ്. കാഴ്ചയിൽ ഒരുപോലെ ആയിരിക്കും. മുന്തിരി കണ്ടാൽ മുന്തിരി ആയിരിക്കും, ആപ്പിൾ കണ്ടാൽ ആപ്പിൾ ആയിരിക്കും, മാങ്ങ കണ്ടാൽ മാങ്ങയായിരിക്കും, മാംഗോ. പക്ഷേ ഇതൊക്കെ കുരുവില്ലാത്തതായിരിക്കും. അതായത് പൂർണ്ണമായും ഭക്ഷ്യയോഗ്യമായ സാധനങ്ങളായിരിക്കും. ഭക്ഷ്യയോഗ്യം പ്ലസ് ഒരു കാര്യം കൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ വിസർജ്യമില്ല.
മലമൂത്ര വിസർജനമില്ല. എന്ന് വെച്ചാൽ ശരീരത്തിലേക്ക് കഴിക്കുന്നതെല്ലാം പ്രോട്ടീനായിട്ട് അത് ഗ്ലൂക്കോസായി മാറുന്ന ഒരവസ്ഥ. അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് അവിടെ പരലോകത്തുള്ള ഭക്ഷണങ്ങൾ. അതിൻ്റെ രുചി ഒരിക്കലും മടുപ്പില്ലാത്ത. നമ്മളിവിടെ ഭൂമിയിൽ എത്ര ടേസ്റ്റുള്ള എന്ത് ഭക്ഷണം കഴിച്ചാലും കുറച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അത് നമുക്ക് മടുപ്പ് വരും. മടുപ്പ് വരാത്ത, ആസ്വദിച്ചാൽ ആസ്വാദനങ്ങൾ അവസാനിക്കാത്ത ഒരു ഭക്ഷണം, ഒരു പഴമൊക്കെ കഴിച്ചാൽ അതിൻ്റെ രുചിയിലിങ്ങനെ മതിമറന്ന് ആനന്ദത്തിൻ്റെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെയുള്ള പഴങ്ങളുടെ തോട്ടങ്ങൾ തന്നെ അവിടെ ഉണ്ടാവും. നിറച്ചു വെച്ച പാനപാത്രങ്ങൾ, നിറച്ചു വെച്ച കോപ്പുകൾ, ഇങ്ങനെ ജ്യൂസൊക്കെ ഇങ്ങനെ നിറച്ചു വെച്ചിട്ടുണ്ടാവും. എടുത്ത് കുടിക്കാം ഇഷ്ടം പോലെ, തീരാത്ത അത്ര. ഇങ്ങനെ ഞാൻ ഒരു ഗൾഫിലുള്ള സമയത്ത് ഒരു കാർ കമ്പനിയിൽ ഒരിക്കൽ പിന്നെ ഒരു കാറ് സർവീസിന് കൊടുക്കാൻ പോയപ്പോൾ അവിടുത്തെ കമ്പനിയിൽ ഫ്രണ്ടിലൊരു പിന്നെ ഒരു മെഷീൻ വെച്ചിട്ടുണ്ട്. ഒരു ചായ വെച്ചിട്ടുണ്ട്. 4-5 ഐറ്റം ചായ, ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള ചായകൾ, ക്യാപ്പച്ചീനൊക്കെ പോലെയുള്ള പിന്നെ വലിയ ഏറ്റവും പിന്നെ ഫേമസ് ആയിട്ടുള്ള ചായകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ചായകൾ പറഞ്ഞാൽ മെഷീനാണ്. നമ്മൾ സ്വിച്ച് ഞെക്കിയാൽ ഇന്നൊരു ബട്ടൺ വേണം, ചായ വേണം പറഞ്ഞാൽ ചായ ഇങ്ങനെ അങ്ങോട്ട് വരും. അതിൻ്റെ പഞ്ചസാരയൊക്കെ അവിടെ ഷുഗർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിൻ്റെ ബില്ലെടുക്കേണ്ട ഫ്രീ ആണെന്ന്. അത് കേട്ടപാടെ അപ്പുറത്തുള്ള 2 ആളുകൾ ചായ ഇങ്ങനെ ടേസ്റ്റ് 4 ചായയും ടേസ്റ്റ് ചെയ്ത് എല്ലാവരും. അപ്പോൾ ഞാൻ ചോദിച്ചു, അവിടെയുള്ള ഒരു അറ്റൻഡർ ഉണ്ട്, ഇത് 4 ചായ ടേസ്റ്റ് ചെയ്യാൻ പറയാം. അത് നിങ്ങൾ കുടിക്കാൻ വെച്ചാൽ നിങ്ങൾ എത്രയും കുടിച്ചോളൂ, നിങ്ങൾ അതിൻ്റെ പേരിൽ ആരും ഇവിടെ CCTV ക്യാമറ വെച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങളാരും ഇവിടെ ചോദ്യം ചെയ്യില്ല, നിങ്ങൾ എത്രയും കുടിച്ചോളൂ, ഇവിടെ എല്ലാവരും കുടിക്കും. ഞങ്ങളൊക്കെ ദിവസം വന്ന് 4, 5, 10 ചായ കുടിക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് 4 ചായയും ടേസ്റ്റ് ചെയ്തു. അപ്പം നമ്മൾ ഇങ്ങനെ അറിയാതെ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ സൗജന്യമായി ഇത് ഭൂമിയിലിപ്പോൾ ഒന്നും നമുക്ക് സൗജന്യമല്ല, ഒന്നും സൗജന്യമല്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ, എല്ലാം നമ്മൾ പെയ്ഡാണ്. സൗജന്യമായ ഭക്ഷണം. വകവാഇബ തുറാബ വകവാഇബ തുറാബ. അതുപോലെ ഹദായിക വഅനാബ വകവാഇബ തുറാബ. കവാഇബ തുറാബ് എന്ന് പറഞ്ഞാൽ പിന്നെ തുല്യ വയസ്കരായിട്ടുള്ള ജീവിത പങ്കാളികൾ. നമ്മൾ അവിടെ സ്ത്രീകളെ ഈ ഭൂമിയിൽ നമ്മൾ കല്യാണം കഴിച്ചവരും ആവാം, അല്ലാത്തവരും ആവാം. അത് അള്ളാഹു ആലം. അത് അതിൻ്റെ സംവിധാനങ്ങൾ എന്താണെന്ന് അള്ളാഹു ആലം. കൂടുതൽ നമുക്കറിയില്ല. പക്ഷെ അവിടെ സ്ത്രീകളും എന്ന് വെച്ചാൽ പരസ്പരം പിന്നെ സൗജ് ഇണതുണകൾ അവിടെ ഉണ്ടാവും. നിറച്ചു വെച്ച പാനപാത്രങ്ങൾ. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ കിസ്സാബ. അവിടെ ലഗ്വ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല, കെസ്സാബും ഉണ്ടാവില്ല. വെറുതെ കളവ് പറഞ്ഞെടുക്കുന്ന, വിടുവാഴുത്തം പറഞ്ഞെടുക്കുന്ന നാട്ടിലുള്ള ആൾക്കാരില്ലേ, വെറുതെ സൊറ പറഞ്ഞ് വെറുതെ ഇങ്ങനെ പറയണ അങ്ങനെയുള്ള ആൾക്കാരൊന്നും അവിടെ ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ അവരവിടെ എത്തൂലാന്ന്. അങ്ങനെയുള്ള സംസാരക്കാരൊന്നും അങ്ങോട്ട് പോകേണ്ടിയില്ലാന്ന്. അങ്ങനെയൊക്കെ സംസാരിക്കുന്ന സ്വഭാവമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിർത്തണം. വെറുതെ ആവശ്യമില്ലാതെ സംസാരിക്കുക, ആവശ്യമില്ലാത്ത അനാവശ്യങ്ങൾ മാത്രം സംസാരിക്കുക. തെറ്റായ വർത്താനം, തുറന്ന തെറികൾ, അധിക്ഷേപങ്ങൾ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയുള്ള വർത്താനങ്ങൾ, ഇതൊക്കെ പറയുന്ന ആൾക്കാരെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലായിട്ട് കുറിച്ചിട്ടേക്ക് ഇവരൊന്നും അങ്ങോട്ടുള്ളവരല്ല, നമ്മൾ പോകേണ്ട സ്ഥലത്തേക്കുള്ളവരല്ല. അതുകൊണ്ട് ഇവരുമായിട്ടുള്ള ഡീല് സലാമിൽ ഒതുക്കുക. അസ്സലാമു അലൈക്കും ഹബീബി, അസ്സലാമു അലൈക്കും യാ മഅസ്സലാം, ഞാൻ പോട്ടെ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് അവരോട് പിരിഞ്ഞേക്കുക. അങ്ങനെയുള്ള ബന്ധങ്ങളും നമുക്ക് നല്ലതുമല്ല. എല്ലാവരുമായിട്ട് സുഹൃബന്ധമൊക്കെ നല്ലതാണ്, നല്ല ബന്ധങ്ങൾ ഉണ്ടാവണം, മാനുഷികമായിട്ട് നമ്മളെല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറണം, അതൊക്കെ വിഷയം. പക്ഷേ ഈ അടുത്ത സുഹൃബന്ധം എപ്പോഴും ആത്മസുഹൃത്തുക്കൾ എപ്പോഴും ഈ ലോകത്തേക്ക് യാത്ര പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നവരും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരാവണം. അതുകൊണ്ട് അത് ചേർത്തിട്ടൊരു കാര്യം പറയാനുള്ളത്, പ്രിയമുള്ളവർ, ഇന്ന് പാർട്ടിക്ക് വേണ്ടിയിട്ടായിട്ടു, എല്ലാം പാർട്ടിക്കാരാണല്ലോ, സുന്നി മുജാഹിദ് ജമാഅത്ത്, അതല്ലാത്തവർ തബ്ലീഗ്, അത് ഇത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ വഴിമാറി നടക്കുകയാണല്ലോ. അതുകൊണ്ട് പറയാണ്, നിങ്ങൾ ഏത് പാർട്ടിയാണെങ്കിലും മറ്റു പാർട്ടിക്കാരെല്ലാവരും നരകത്ത് പോകേണ്ടവരല്ല കേട്ടോ. അങ്ങനെയൊക്കെ ചില ധാരണയിൽ ചില ആൾക്കാരെങ്കിലും ജീവിക്കുന്നുണ്ട്. ഓരെങ്ങനെ നരകത്ത് പോവുക, ഒരു ശിർക്ക് ചെയ്യണവരല്ലേ, ഒരു കാഫിറുകളല്ലേ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. കാരണം നമ്മളൊക്കെ അറ്റ്ലീസ്റ്റ് നമ്മളെല്ലാവരും ഖുർആൻ പഠിക്കുന്നവരാണ്. അപ്പോൾ ഈ ഖുർആൻ ക്ലാസ് തന്നെ കേൾക്കുന്നത് കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളുടെ വ്യക്തികളുണ്ട്. എല്ലാ വ്യക്തികളും ഇത് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് പറയാം, ഒരാളും അപ്പുറത്തെ സംഘടനക്കാരനെ നരകാവകാശിയാക്കണ്ട. ആ പണി നമ്മൾ എടുക്കേണ്ടത് അള്ളാഹ് എടുത്തോളും. അത് ആരാ കാഫിർ ആരാ മുശ്രിക്ക് എന്നുള്ള വിഷയത്തിൽ നമ്മൾ ദുനിയാവിൽ വെച്ചിട്ട് പക്ഷേ നമ്മൾക്കൊരു കാര്യം മനസ്സിലാക്കണം, ഒന്നുമില്ലെങ്കിലും കള്ളും കഞ്ചാവും അടിച്ച് വല്ലാതെ അക്രമിയായി ജീവിക്കുന്ന ഈ നാട്ടിലെ മുസ്ലിം പേരുള്ള ആൾക്കാരുണ്ട്. അതിനേക്കാളും ഭേദമല്ലേ അവർ ആ മുസ്ലിം സംഘടനയിൽ പ്രവർത്തിക്കുന്നവരും 5 വക്ത് നിസ്കരിക്കുന്നവരാണല്ലോ, അവർ അള്ളാഹിൻ്റെ ഖുർആൻ ഓതുന്നവരാണല്ലോ, സ്വർഗം തേടുന്നവരാണല്ലോ. അതുകൊണ്ട് അവരുമായിട്ട് നമ്മൾ കുറച്ച് ആത്മബന്ധം പുലർത്താം. മറ്റുള്ളവരെക്കാൾ ആത്മബന്ധം പുലർത്തുക, അവരോട് സലാം പറയുകയും അടുക്കുകയും
അവരുടെ പള്ളിയിൽ പോവുകയും ഇപ്പോൾ പള്ളിയൊക്കെ അങ്ങനെ ആക്കി, പള്ളി വരെ പാർട്ടിവൽക്കരിക്കപ്പെട്ട്, ഇന്ന പള്ളി പണ്ടൊക്കെ പടച്ചവൻ്റെ പള്ളിയാണ്, ഇപ്പോൾ എല്ലാവരും സംഘടനൻ്റെ പള്ളിയാണ്, ബ്രാൻഡാക്കി, ഇന്ന ബ്രാൻഡ് പള്ളിയാണ്, ഇന്ന ബ്രാൻഡ് അല്ലേ. അള്ളാഹു ആലം എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് അല്ലേ. പക്ഷേ ഫിത്നയിൽ നിന്ന് അള്ളാഹു സമുദായത്തെ കാക്കട്ടെ. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കെ, എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ആദർശമല്ല, ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ നമ്മൾ തമ്മിലുള്ളൂ, എല്ലാവരും, എല്ലാ സംഘടന. അപ്പോൾ സംഘടന നമ്മളൊരു വിഷയമാവരുത്. നാളെ ഇൻഷാ അല്ലാ നാളെ കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളിൽ നിന്നുള്ള വ്യക്തികളും നാളെ സ്വർഗത്തിലുണ്ടാവും. കാരണം എന്താണെന്നറിയോ, ഇത് അടിവരായിട്ട് പറയേണ്ട ഒരു കാര്യം, അമല് നോക്കിയിട്ടാണ് അല്ല. ഒന്ന് സംഘടനാ പാർട്ടി നോക്കിയിട്ടല്ലല്ലോ സ്വർഗത്തിലെ എൻട്രി. വ്യക്തിയുടെ അമലുകളാണ് പ്രധാനം. ഇന്ന പാർട്ടിക്കാരനായോ എന്ന് ചോദിച്ചിട്ടല്ലല്ലോ സ്വർഗത്തിൽ എൻട്രി കൊടുക്കുന്നത്. വ്യക്തി എന്നുള്ള അർത്ഥത്തിൽ ജീവിത വിശുദ്ധി പാലിച്ച് ജീവിക്കുന്ന ആളുകൾ, അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ. അത് ഏത് പാർട്ടിക്കാരിലും ഉണ്ടാവും. എല്ലാ പാർട്ടിയിലും വളരെ ആത്മാർത്ഥമായി, ഒരുപക്ഷെ സംഘടനയുടെ നേതൃത്വത്തിലുള്ളവരെക്കാളും ആത്മാർത്ഥമായി താഴെക്കടയിൽ നാട്ടും പ്രദേശത്ത് 5 വക്ത് അള്ളാഹിൻ്റെ മുമ്പിൽ ഏത് കൊടിയ മഴയത്തും പള്ളിയിൽ സുജൂദിൽ വീണ് നിസ്കരിക്കുകയും എല്ലാ വക്തിനും പള്ളിയിൽ വരികയും ആ വക്തുകൾക്കിടയിലുള്ള ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ച് സക്കാത്ത് കൊടുത്ത് സദഖ ചെയ്ത് വ്യക്തിശുദ്ധി വരുത്തി സംസാരം കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരിക്കലും ഒരു അയൽവാസിക്കോ കൂട്ടുകാരനോ ജീവിത പങ്കാളിക്കോ മക്കൾക്കോ ഒരു പ്രയാസമില്ലാതെ വിശുദ്ധ ജീവിതം നയിക്കുന്ന എത്രയോ പ്രവർത്തകർ എല്ലാ സംഘടനയിലും ഉണ്ട്. അതുകൊണ്ട് ആരാ സ്വർഗത്ത് പോകാന്നുള്ള വിഷയത്തിൽ നമ്മൾ ആർക്കും ടിക്കറ്റ് കൊടുക്കണ്ട. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ നമ്മുടെ കാര്യത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ആത്മസുഹൃത്തുക്കളായിട്ട് നമ്മൾ എല്ലാവരെയും ഈ പറഞ്ഞ കാറ്റഗറി സംഘടനാ പ്രവർത്തകരാണെങ്കിൽ അവരെ കൂടുതൽ നമ്മൾ സ്വീകരിക്കാറുണ്ട്. നമ്മളിപ്പോൾ ഒരു സംഘടനയുടെ പ്രവർത്തകനാണെന്ന് വിചാരിക്കാം. നമ്മുടെ എതിരെ വരുന്ന നമ്മുടെ പള്ളിയിൽ അടുത്ത് സഫിലിരുന്ന് നിസ്കരിക്കുന്ന അവൻ നമ്മൾ കുറച്ചുകൂടെ അടുക്കുക വേണ്ടത്, നമുക്ക് അകൽച്ച വരരുത്. ഇതാണ് ഞാൻ പറയുന്ന ടോപ്പിക്ക്. നമ്മൾ കുറച്ചുകൂടെ അയാൾ എന്നെ പോലെ സ്വർഗ്ഗം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വന്ന ആളാണ്, അതുകൊണ്ട് അയാൾ എൻ്റെ ആത്മസുഹൃത്താണ്, അങ്ങനെ കാണണം. ഒരിക്കലും ഒരു വൈര്യം മനസ്സിൽ വെച്ച് മുന്നോട്ട് പോകരുതേ എന്ന് എല്ലാവരോടും ഉണർത്തുകയാണ്. ഇതൊരു ഉത്ബോധനമാണ്, ഇത് ഖുർആൻ്റെയും ദീനിൻ്റെയും താല്പര്യമാണ്. ഒരിക്കലും നമ്മൾ ഒരു ശത്രുതാ മനോഭാവത്തിൽ അവരെ കാണരുത്. അവരൊക്കെ നമ്മുടെ ആളുകളാണ്, അവരെ കൈ ചേർത്ത് പിടിക്കുക, അവരോട് സലാം പറയുക. ഇതൊക്കെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരുണ്ട്. എന്താണ് അവർ പഠിക്കുന്ന ഖുർആൻ എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. മദ്രസയിൽ നിന്നൊക്കെ മക്കളെ പഠിപ്പിച്ചിരിക്കുകയാണ്, ഇന്ന സംഘടനക്കാരുടെ അവരോട് സലാം പറയരുത്. ഇതൊന്നും പഠിപ്പിക്കുന്ന, ഇതൊക്കെ ഏത് ലോകത്ത് ജീവിക്കുന്നത്? അവരൊന്നും ഖുർആൻ്റെ ആളുകളേ അല്ല. അവർ ഇതാണ് ഏറ്റവും അൽ ഉലമാഉ തഹ്ത അബ്ദൈനി സമാ അൽ ഉലമാഉ വറസത്തുൽ അംബിയ. പ്രവാചകന്മാരുടെ പരമ്പരയിലാണ് ഉലമാക്കൾ എന്ന് പറഞ്ഞ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഉലമാഉ തഹ്ത അബ്ദൈനി സമാ, ഏറ്റവും ഭൂമിയിൽ ഏറ്റവും നികൃഷ്ടരായിട്ട് മാറുന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തുകയാണ് ചില പണ്ഡിതന്മാരെങ്കിലും. ഇതൊന്നും വെച്ച് പൊറുപ്പിക്കരുത്. ഇതൊന്നും ഇതൊക്കെ തള്ളിക്കളയണം. ഇനിയുള്ള കാലം സംഗമത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരുമയുടെയും കാലമാണ്. എല്ലാവരും ചേർന്ന് നിൽക്കേണ്ടതാണ്. തിന്മ വളരുമ്പോൾ, അക്രമങ്ങൾ പെരുകുമ്പോൾ, അനീതികൾ വർദ്ധിക്കുമ്പോൾ, ഭരണകൂട ഭീകരത വർദ്ധിക്കുമ്പോൾ, ഇതിനൊക്കെതിരെ അതിശക്തമായി സാമൂഹ്യ തിന്മകൾക്കെതിരെ ഒരുമിച്ചൊരു മതിൽക്കെട്ട് പോലെ നിന്നിട്ട് പോരാടേണ്ടവർ ഇന്ന് ഭിന്നതയുടെ വക്കീലാണ്. അങ്ങനെ ഉണ്ടാകരുത്. ഭിന്നിപ്പിക്കാനുള്ള ആര് ശ്രമിച്ചാലും അതിനെതിരെ അതിശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കണം. അതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ്റെ മജ്ലിസാണ്, പക്ഷേ സമകാലികമായൊരു വിഷയം മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രബലമായ സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതന്മാരോട് മുഴുവൻ മീഡിയ പ്രവർത്തകരും ഒരു ചോദ്യം ചോദിക്കുകയാണ്. അവർ ഒറ്റ ഐക്യകണ്ഠേന ചോദിച്ചൊരു ചോദ്യമായിരുന്നത്. ആ വിഷയത്തിൽ അവർ പറഞ്ഞ മറുപടി, നിങ്ങൾ ഇന്ന സംഘടനയ്ക്ക് എതിരല്ലേ ചോദിച്ചപ്പോൾ, ഞങ്ങൾ അവർ തമ്മിൽ എതിരുള്ളത് ഞങ്ങളുടെ ആശയപരമായ വിഷയങ്ങളാണ്, പക്ഷേ ഞങ്ങൾ ഒരു ഉമ്മത്താണ്, ആ കാര്യങ്ങൾ മറക്കണ്ട. അതുകൊണ്ട് ഞങ്ങളുടെ വിഷയത്തിൽ ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണെന്ന് ചുട്ട മറുപടി കൊടുത്ത ആ മതപണ്ഡിതൻ, അത് നല്ലൊരു മറുപടിയാണ്. അത് ഖുർആൻ്റെ അടിസ്ഥാനത്തിലുള്ള മറുപടിയാണത്. ഇസ്ലാമിൻ്റെ താല്പര്യത്താണ്. അതുകൊണ്ട് തആവനു അലാ ബിർരി വത്തഖ്വ വ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പുണ്യത്തിലും നന്മയിലും സഹകരിക്കുക. അത് ആരോടും, അത് നമ്മൾ പറയുന്ന അന്യ മതസ്ഥരായ ആളുകളോടും നമ്മൾ ആ രീതിയിലുള്ള സഹകരണം, നന്മയ്ക്ക് വേണ്ടി നമ്മൾ സഹകരിക്കണം. എവിടെയൊക്കെ നന്മക്കും സൽക്കർമ്മങ്ങൾക്കും നമുക്ക് സഹകരിക്കാൻ പറ്റും അതൊക്കെ സഹകരിക്കണം. അതുകൊണ്ട് പരലോകത്തേക്കുള്ള നന്മ
നന്മ ഉദ്ദേശിക്കുന്ന നന്മ മനസ്സുള്ള എല്ലാവരോടും നമ്മൾ ചേർന്ന് നിൽക്കണം. അവിടെ ഈ കിതാബായിട്ടുള്ള കളവ് പറയുകയും ലഹുവും ആവശ്യമില്ലാത്ത പൊഴിമൊഴി പറഞ്ഞ് വിടുവാഴിത്തം പറഞ്ഞ് നടക്കുന്ന ആൾക്കാരും അങ്ങനെയൊന്നും അവിടെ സ്വർഗത്തിൽ ഉണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാർ അങ്ങോട്ട് വരില്ല. ജസാഅൻ മിർ റബ്ബിക അതാഅൻ ഹിസാബ, ആ പ്രതിഫലമാണ് റബ്ബിൽ നിന്നുള്ള ജസാഅൻ മിർ റബ്ബിക്, നിന്റെ റബ്ബിൽ നിന്നുള്ള പ്രതിഫലമാണ്, അവരർഹിക്കുന്ന സമ്മാനമാണ്. അതാഅൻ ഹിസാബ, അവരുടെ കണക്കനുസരിച്ച് അവർക്ക് കിട്ടുന്ന സമ്മാനം, അവർക്ക് കിട്ടേണ്ട പ്രതിഫലമാണത്. റബ്ബിസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമർ റഹ്മാൻ ലാ യംലികൂന മിൻഹു ഖിതാബ. റബ്ബിസ് സമാവാത്, ആകാശങ്ങളുടെ, വൽ അർള്, ഭൂമിയുടെ, സമാവാത്താണ് ആകാശങ്ങളുടെ, ആകാശമുള്ളത് നമ്മൾ കാണുന്ന ഒരു ആകാശമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ആകാശങ്ങൾ, തട്ടുകളായ ആകാശങ്ങളുണ്ട്. റബ്ബ് അതിൻ്റെ റബ്ബാണ്. ഭൂമി, വൽ അർള്, ഭൂമിയുടെ റബ്ബാണ്. വമാ ബൈനഹുമാ, അതിനിടക്കുള്ള സകല ചരാചരങ്ങളുടെയും റബ്ബായ റഹ്മാനായ റബ്ബ്. ലാ യംലികൂന മിൻഹു ഖിതാബ, അവനുമായി നേരിട്ട് സംഭാഷണം നടത്താൻ ആർക്കും സാധ്യമല്ല. ലാ യംലികൂന മിൻഹു ഖിതാബ, അന്നത്തെ ദിവസം ഈ പരലോകത്തെ നേരിട്ട് സംസാരിക്കാനൊന്നും അവനോട് ഒരു ഇടപാട് നടത്താനൊന്നും യാതൊരു സംസാരത്തിനും അവിടെ സാധ്യതയില്ലാത്ത ദിവസമാണ് അന്നത്തെ ദിവസം. യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫ, അന്ന് ആത്മാക്കളും മലക്കുകളും സഫായി അണിയണിയായി ഇങ്ങനെ ഇറങ്ങി വരുന്ന സന്ദർഭമാണ്. ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാനു വഖാല സവാബ, അന്നാരും മിണ്ടൂല എന്നാണ്. അന്ന് ആർക്കും സംസാരിക്കാനേ കഴിയില്ല. കരുണാനിധിയായ റബ്ബ് സംസാരിക്കാൻ അനുവാദം നൽകിയവനും സത്യം പറഞ്ഞവനും ഒഴികെ. അപ്പോൾ അവിടെ സംസാരിക്കാൻ കഴിയില്ല. എന്നാലാവട്ടെ സംസാരിക്കാൻ അള്ളാഹു അനുവദിച്ചാൽ അനുവാദം കിട്ടിയവർക്ക് അവിടെ സ്വർഗത്തിൽ സംസാരിക്കാം. അള്ളാഹിൻ്റെ അനുവാദം ഇല്ല. അതിന ലഹുർ റഹ്മാൻ, അള്ളാഹു അനുവദിച്ചാൽ. അപ്പോൾ മലക്കുകളും എല്ലാവരും അന്ന് അണിനിരക്കുന്ന ദിവസമാണ്. എല്ലാ മനുഷ്യരും എല്ലാ മലക്കുകളും അണിനിരക്കും. റൂഹുകളും ജിബ്രീലും, റൂഹ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ സാക്ഷിയാണല്ലോ. ലോകത്തെല്ലാ പ്രവാചകന്മാർക്കും വഹിയെത്തിച്ച ജിബ്രീൽ ഇതിന് സാക്ഷിയാണ്. ലോക ജനതയ്ക്ക് സാക്ഷിയായി മലക്കുകളും എല്ലാവരും അണിനിരക്കുന്ന സന്ദർഭം. ആരും ഒന്നും സംസാരിക്കൂല, അള്ളാഹു അന്ന് അനുവാദം കൊടുത്താൽ ഒഴികെ. ദാലികൽ യൗമുൽ ഹഖ്, അത് സത്യമാണ്, ഈ ദിവസം സത്യമാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, പരലോകം നടക്കും, ഈ ദിവസം സത്യമാണ്. ഫമൻ ശാഅ ഇത്തഖദ ഇലാ റബ്ബിഹി മആബ, അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഞാനും നിങ്ങളും ശാഅ ഇത്തഖദ ഇലാ റബ്ബി, റബ്ബിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന വിതുമ്പുന്നവരുണ്ടോ, നിങ്ങളങ്ങ് ചേർന്നേക്കുക. നിങ്ങൾ റബ്ബിലേക്ക് അണയാൻ താല്പര്യമുള്ളവർ റബ്ബിലേക്ക് ചേർന്നേക്കുക. അതായത് അള്ളാഹിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ വഴിമാറി ജീവിക്കുക. കഴിഞ്ഞു പോയ ജീവിതത്തിൽ അള്ളാഹുവെ വന്നു പോയിട്ടുള്ള വീഴ്ചകൾ പുറത്തു തരണേ അള്ളാഹു. ഇനി അങ്ങോട്ടുള്ള ജീവിതം നിൻ്റെ എന്തൊക്കെ ജീവിതത്തിൽ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും അള്ളാഹുവെ ആ ത്യാഗങ്ങൾ പൂർണ്ണ മനസ്സോടെ, അത് നിനക്ക് വേണ്ടി എന്തും, ജീവിതത്തിൽ ജീവനേക്കാളേറെ ഒന്നുമില്ലല്ലോ, ജീവിതം തന്നെ ജീവനും അള്ളാഹുവെ നിൻ്റെ സ്വർഗത്തിന് മുമ്പിൽ, നിൻ്റെ ഇഷ്ടത്തിന് മുമ്പിൽ ഞങ്ങൾ അർപ്പിക്കാൻ തയ്യാറാണ്. റബ്ബെ ഞങ്ങളെ സ്വീകരിക്കണേ അള്ളാഹ്. إنا أنذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا. അതുകൊണ്ട് ഇന്നാ അൻസർനാകും അദാബൻ ഖരീബ, ഖരീബാണ് എന്നാ പറഞ്ഞത്. ഈ നരകശിക്ഷയും ഇതൊക്കെ ഖരീബാണ്, അടുത്താണ്. നമ്മളല്ലേ നമ്മളിപ്പോൾ എത്ര വയസ്സായി? നിങ്ങൾക്ക് എത്ര വയസ്സായി? ഇത്രയും കാലം, കുറേ കാലം ജീവിച്ചായിട്ടാണ് തോന്നുന്നത്, അത് കുറച്ച് കാലം പെട്ടെന്ന് കഴിഞ്ഞ പോലെയല്ലേ? എന്ത് പെട്ടെന്നാണ് UP സ്കൂള്, ഹൈസ്കൂളും കോളേജും എല്ലാം കഴിഞ്ഞു പോയത്, ജോലി കഴിഞ്ഞത്, മക്കൾ വന്നത്, വീടുണ്ടാക്കിയത്, എല്ലാം പെട്ടെന്നായിരുന്നു. കഴിഞ്ഞതൊക്കെ പെട്ടെന്നായിട്ടാണ് തോന്നുന്നത്. 40 വയസ്സുള്ള ആളും പറയുന്നത് തന്നെയാണ്, ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞു. 40 വയസ്സായി, എനിക്ക് 40 വയസ്സായോ, 50 ആയോ, 30 ആയോ? ഇത് നമ്മൾ മനസ്സിലിങ്ങനെ ആലോചിച്ച് പോവാണ്.
ഒക്കെ ഖരീബാണ്, എല്ലാം പെട്ടെന്നാണ്, അടുത്താണ്. നമ്മൾ ഈ ദിവസം ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹിൻ്റെ ശിക്ഷ എന്ന താക്കീത് അൻദർനാക്കും അവരെ അറിയിക്കുക. യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാ, തൻ്റെ എല്ലാം നോക്കിക്കാണുന്നത് തൻ്റെ കൈകളുണ്ടല്ലോ, നമ്മുടെ കൈ എന്ത് ചെയ്തു അതെല്ലാം അന്ന് അവിടെ കാണും. അതാണ് പരലോകം. ഞാൻ എന്ത് സമ്പാദിച്ചു എന്ന് പരലോകത്ത് നമ്മൾ കാണും. വയഖൂലുൽ കാഫിർ പറയും, യാ ലൈതനീ കുന്തു തുറാബ, ഞാൻ മണ്ണായിരുന്നെങ്കിൽ എന്ന് കാഫിർ. അപ്പോൾ പരലോകത്ത് കാഫിറായ ആള് ദുനിയാവ് നഷ്ടപ്പെടുത്തിയവൻ, പരലോകം നഷ്ടപ്പെടുത്തിയവൻ, ദുനിയാവും പരലോകം അയാൾക്ക് നഷ്ടമായി. ദുനിയാവും പോയി, പരലോകവും പോയി. അള്ളാഹിൻ്റെ ദീന് വഴിവിട്ട് ജീവിച്ചവർക്ക് ദുനിയാവും പോയി, പരലോകവും പോയി. ഞാൻ ഭൂമിയിൽ മണ്ണായിരുന്നെങ്കിൽ ശിക്ഷയുടെ ദിവസമല്ലായിരുന്നെങ്കിൽ. കാരണം അപമാനമാണ് അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊരു തെറ്റ് ചെയ്യണം, ആ തെറ്റ് നമ്മൾ അറിയണില്ല, നമ്മൾ അറിയാതെ നമ്മൾ ഏതോ ഒരവസ്ഥയിൽ നമ്മൾ അതൊരു തെറ്റ് ചെയ്ത് അതാരും അറിയാതെ അങ്ങ് മറച്ചു വെച്ച് അങ്ങ് കഴിഞ്ഞു പോയെങ്കിൽ, ജീവിതത്തിൽ അങ്ങനെ നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതാരും അറിയണില്ല. പക്ഷേ പരലോകത്തതൊക്കെ എല്ലാവരും മുമ്പിൽ അത് വെളിപ്പെടുകയല്ലേ. നമ്മുടെ രഹസ്യങ്ങൾ ജീവിതത്തിൻ്റെ മുൻകാലങ്ങളിൽ നമ്മൾ ചെയ്ത തട്ടിപ്പും വെട്ടിപ്പും എല്ലാം ജനത്തിൻ്റെ മുമ്പിൽ, ലോക ജനങ്ങൾക്ക് മുമ്പിൽ, ഈ നാട്ടുകാരുടെ മുമ്പിലും സകലരുടെ മുമ്പിലും പ്രത്യക്ഷമാകുമ്പോൾ നമ്മൾ അപമാനിതരാകും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹിസാബിനെ ഭയപ്പെട്ട് ആ അർത്ഥത്തിൽ ജീവിച്ചവർ രക്ഷപ്പെട്ട് എല്ലാവരുടെയും കാര്യങ്ങൾ അറിയും. ലോക ജനതയുടെ മുമ്പിൽ അപമാനിതരാക്കപ്പെടുന്ന ദിവസമായിരിക്കും അന്ന് ഈ തെറ്റ് ചെയ്യുന്ന അക്രമികളായ ജനം. ഇവിടൊക്കെ രക്ഷപ്പെട്ടു പോകും. ഇവിടെ ചില ആളുകളൊക്കെ ചെയ്ത് കൂട്ടുന്ന ചെയ്തികൾ അതൊന്നും നമ്മളാരും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് അവരാ ചെയ്ത് കൂട്ടും. അവരതൊന്നും ചിലപ്പോൾ മിക്കവാറും അറിയില്ല. ഇപ്പം നാട്ടിൽ വലിയ വലിയ വീടുണ്ടാക്കിയ ആൾ പെട്ടെന്ന് കോടീശ്വരനായ ആൾ ഗൾഫിൽ പോണ്, ജോലി എടുക്കണ്, 1-2 കൊല്ലം കഴിയുമ്പോൾ നാട്ടിൽ വരുന്നു, വേഗം എല്ലാം വന്ന് വലിയ പൈസക്കാരനായി അങ്ങ് മാറി, എല്ലാ സ്വത്ത് വാങ്ങുന്നു, അവിടെ വില വാങ്ങുന്നു, ഇവിടെ വാങ്ങുന്നു, വലിയ വീടുണ്ടാക്കുന്നു, ഒക്കെ പെട്ടെന്ന് സാധിക്കൂല. എവിടെയോ പ്രശ്നമുണ്ട് അല്ലേ? ആ പ്രശ്നം ആർക്കും അറിയാൻ കഴിയില്ല. എന്താ സംഭവിച്ചത് അള്ളാഹു നാളെ വെളിച്ചത്ത് കൊണ്ടുവരും. അനർഹമായി നമ്മൾ നേടുന്നൊക്കെ അതൊക്കെ നമ്മൾ കണക്കെല്ലാത്തിനും പറയേണ്ടി വരും. യഖൂലുൽ കാഫിർ, സത്യനിഷേധികൾ, അള്ളാഹിനെ നിഷേധിച്ചവർ, അള്ളാഹിൻ്റെ ദീനനുസരിച്ചല്ലാതെ ജീവിച്ചവർ, അവർ പറയും, കുന്തു തുറാബ, മണ്ണായിരുന്നെങ്കിൽ, ഞങ്ങൾ ആ കബറിലെടുത്ത് തീർന്നിരുന്നെങ്കിൽ കഷ്ടം എന്ന് അവർ പറയുന്ന സന്ദർഭമാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ കൽബകങ്ങൾ തേടുന്നത് നീയാണ് റബ്ബേ, നിൻ്റെ ഇഷ്ടമാണ്, നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ജീവിതമാണ്. അള്ളാഹുവേ, ഞങ്ങളെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണേ അല്ലാ. അതിനുതകുന്ന രീതിയിലുള്ള ഒരു ജീവിതം ഈ ഭൂമിയിൽ ജീവിച്ച് തീർക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവേ, കഴിഞ്ഞുപോയ കൊച്ചു ജീവിതകാലത്ത് വന്നു പോയിട്ടുള്ള വീഴ്ചകൾ പുറത്തു തരണേ അല്ലാ. അഫൂ ചെയ്ത് തരണേ അല്ലാ. വാക്കുകൾ സംസാരിച്ചത് വന്നു പോയിട്ടുണ്ട്, അള്ളാഹുവെ പുറത്തു തരണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ കൽബകങ്ങൾ തെറ്റായ എന്ത് ചിന്തകളും മനസ്സിലേക്ക് വരികയാണെങ്കിലും അള്ളാഹുവെ എന്നെ ഓർത്തുകൊണ്ട് അതൊക്കെ മാറ്റാൻ ഞങ്ങൾക്ക് കൽബിൽ ഈമാനുറപ്പ് നൽകണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ മനസ്സിൽ കൽബിനെ ഈമാൻ കൊണ്ട് പ്രകാശിതമാക്കണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ ചിന്തകൾ നന്നാക്കി തരണേ അല്ലാ. നാവ് കൊണ്ട് അള്ളാഹുവെ ചെയ്യുന്ന അമലുകൾ മുഴുവൻ ബാത്തുലാകുന്ന കാര്യമാണ് നാവ്. ദിവസവും ഞങ്ങൾ നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, അതിൻ്റെ അതേപടി അപ്പുറത്ത് നമ്മൾ ഗീബത്ത് ചെയ്താൽ, മറ്റുള്ളവരെ പറ്റി കുറ്റം പറഞ്ഞാൽ, അധിക്ഷേപിച്ചാൽ, കളിയാക്കിയാൽ, മറ്റുള്ള വീട്ടിലുള്ള കൂടപ്പിറപ്പുകൾക്ക്, മാതാപിതാക്കൾക്ക്, ഭാര്യയ്ക്ക്, മക്കൾക്ക്, അയൽവാസികൾക്ക്, സുഹൃത്തുക്കൾക്ക്, ആർക്കാണെങ്കിലും വേദന ഉണ്ടാക്കുന്ന സംസാരങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന ഞങ്ങളുടെ അമലുകൾ ബാത്തുലാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ നാവിനെ സൂക്ഷിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ കാതുകളെ സൂക്ഷിക്കാൻ, ഗീബത്തുമായിട്ട് പലരും ദിവസവും മനുഷ്യരുമായിട്ട് ഇടപെടുന്നവരാണ് ഞങ്ങൾ. അള്ളാഹുവേ, പലരും വന്ന് പലതും സംസാരിക്കുന്ന വ്യക്തികളെ പറ്റി പറയുമ്പോൾ കാതടച്ച് അവിടുന്ന് യാത്ര പറയാൻ, സുഹൃത്തേ എനിക്കിപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് മാറാനുള്ള മനസ്സ് തരണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ അമലുകൾ നന്നാക്കി തരണേ അല്ലാ. അനർഹമായ സമ്പാദ്യം ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഞങ്ങളുടെ 1 രൂപയെങ്കിലോ
അകപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ പുറത്തു തരണേ അല്ലാ. ഇനി അങ്ങോട്ടുള്ള മരണം വരെയുള്ള ജീവിതത്തിൽ ഒരു രൂപ പോലും അനർഹമായി ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരല്ലേ അള്ളാഹുവെ. ളാലിമീങ്ങളിൽ, അക്രമികളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തല്ലേ അല്ലാ. സ്വർഗാവകാശികളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളുടെ സ്വഭാവം നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ അമലുകളും അതിലെ നീയത്തുകളും നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുമ്മ ഗുഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم ربنا أجرنا من النار. اللهم ربنا تقبل منا يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا يا رب العالمين. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله.